ബൈബിൾ എലോൺ, സ്ക്രിപ്ചർ എലോൺ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫണ്ടമെന്റൽ ആണ്. ബാക്കി എല്ലാ ഉപദേശങ്ങളും വേദപുസ്തകത്തിനാണ് വരുന്നത്. അപ്പോൾ വേദപുസ്തകം എന്ന് പറയുന്നത് നാം പറഞ്ഞ പോലെ സ്പെഷ്യൽ റെവലേഷൻ ആണ്, ദൈവത്തിന്റെ പ്രത്യേക വെളിപ്പാട്. അത് വേറെ ഒരിടത്തും ഇല്ല, അത് ബൈബിളിൽ മാത്രമേ ഉള്ളൂ. എന്നാൽ ദൈവത്തിന്റെ കോമൺ റെവലേഷൻ എന്ന് പറയുന്നത് എല്ലാ മതങ്ങളിലും ഉണ്ട്. പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് കോമൺ റെവലേഷനിൽ വരുന്നുള്ളൂ. ഒന്ന് ദൈവത്തിന്റെ നിത്യശക്തി, മറ്റൊന്ന് അവന്റെ ദിവ്യത്വം. ഈ രണ്ട് കാര്യങ്ങളാണ് ദൈവത്തെക്കുറിച്ച് കോമൺ റെവലേഷന്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന. റോമലേഖനത്തിൽ പറയുന്നുണ്ട് ഇത് ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ട് വരുന്ന കാര്യമാണ്. അപ്പൊ കോമൺ റെവലേഷൻ, അതായത് ലോകത്തിലുള്ള എല്ലാവർക്കും കിട്ടുന്ന വെളിപ്പാട് എന്ന് പറയുന്നത് ബുദ്ധിക്ക് തെളിവായി വരുന്നതും വേദപുസ്തകത്തിലൂടെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്ന ആത്മാവിലുമാണ്. ഇത് രണ്ടും രണ്ട് തരത്തിലുള്ള നോളജാണ്. ഇത് രണ്ട് തരത്തിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ വേദപുസ്തകത്തിൽ മാത്രമേ സ്പെഷ്യൽ റെവലേഷൻ ഉള്ളൂ, വേറൊരിടത്തും ഇല്ല. പഴയ വേദങ്ങളിൽ ക്രിസ്തു ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളത് കാര്യമാക്കാൻ പാടില്ല. കാരണം ഒരിടത്തും വേദപുസ്തകത്തിലല്ലാതെ ഒരിടത്തും ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട്, പൂർവ്വ വെളിപ്പാടോ പിന്നീടുള്ള വെളിപ്പാടോ ഇല്ല. ഓക്കെ, ബാക്കിയൊരിടത്തിൽ അനുകരണങ്ങൾ ഉണ്ടാകാം, പക്ഷെ ഒരിടത്തും ക്രിസ്തുവിന്റെ വെളിപ്പാട് അതുപോലെ വേദപുസ്തകത്തിലല്ലാതെ വേറൊരിടത്തും ഇല്ല, ഉണ്ടാകാൻ പാടില്ല. കാരണം ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന പുസ്തകമാണ് വേദപുസ്തകം. വചനം ക്രിസ്തുവാണ്. വചനം എന്ന് പറയുന്ന എല്ലാ വചനവും ക്രിസ്തുവിലേക്ക് പോയിന്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഔട്ട്സൈഡ് ദ ബൈബിൾ ദർ ഇസ് നോ ട്രൂത്ത്, ഓൺലി ഇൻ ദ ബൈബിൾ വി ഫൈൻഡ് ദ ട്രൂത്ത്, ഓൺലി ഇൻ ദ ബൈബിൾ. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ട്രൂത്ത്, നത്തിങ് ബട്ട് ദ ട്രൂത്ത് ആൻഡ് ദ ഹോൾ ട്രൂത്ത്. ഓക്കെ, സത്യം സത്യം മാത്രം, സത്യമല്ലാതെ വേറൊന്നുമില്ല, മുഴുവൻ സത്യവും. അതിനർത്ഥം അതിന് വെളിയിൽ വേറൊന്നും നമ്മൾ സ്വീകരിക്കേണ്ടതായില്ല. നമ്മുടെ ആത്മീയ ജീവിതത്തിന്, നമ്മുടെ ക്രൈസ്റ്റ് എക്സ്പീരിയൻസിന്, വിശുദ്ധീകരണത്തിന് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി പൂർത്തിയാക്കുവാൻ നമുക്ക് വേദപുസ്തകം എന്ന ഏക സോഴ്സ് മതി, ട്രൂത്തിന്റെ ഭാഗമായിട്ട്. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ വേദപുസ്തകത്തെ അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളതിലാണ് നമ്മുടെ പഠനം ആരംഭിക്കുന്നത്. ഹൗ ഡു വി സ്റ്റാർട്ട്, വേർ ഡു വി സ്റ്റാർട്ട്? എങ്ങനെയാണ് നമ്മൾ വചനം പഠിച്ചു തുടങ്ങേണ്ടത്? നമുക്ക് വേദശാസ്ത്രം പഠിക്കാൻ പല വഴികളുണ്ട്. എന്നാൽ നമ്മൾ വേദശാസ്ത്രം പഠിക്കുന്നത് വേദപുസ്തകത്തിന്റെ ഒരു വഴിയിലൂടെയാണ്, അതായത് വേദപുസ്തകത്തിന്റെ സിസ്റ്റത്തിലൂടെയാണ്. എല്ലാ ഉപദേശങ്ങളിലൂടെ നമ്മൾ കയറി ഇറങ്ങും, വചനത്തിലൂടെ നമ്മൾ സഞ്ചരിച്ച് ക്രിസ്തീയ വിശ്വാസ പ്രമാണങ്ങളിൽ ഓരോന്നോരോന്നായിട്ട് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ നമ്മളാലാവുന്നോളം നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ശരിക്കും നമ്മൾ സുവിശേഷം അല്ലെങ്കിൽ ഒരു ബൈബിൾ ഒരാളുടെ കയ്യിൽ കൊടുത്താൽ നമുക്കറിയാം, ദാറ്റ്സ് ദ സോഴ്സ് ഓഫ് അബ്സല്യൂട്ട് റെവലേഷൻ, സ്പെഷ്യൽ റെവലേഷൻ. അതൊരാളുടെ കയ്യിലേക്ക് നമ്മൾ കൊടുത്താൽ, ഹോൾ ബൈബിൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചൊന്ന് വിശദീകരിച്ചിട്ട് കൊടുക്കേണ്ടി വരും. കാരണം എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ള കാര്യത്തിലുള്ള കൺഫ്യൂഷനാണ്. നമ്മൾ ഉൽപ്പത്തി മുതൽ തുടങ്ങിയ ഒരാൾ ബൈബിൾ വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് വായിച്ച് മലാക്കിയായി, അത് വായിച്ച് മത്തായിയുടെ സുവിശേഷം, മർക്കോസിന്, ഇങ്ങനെ വന്ന് സുവിശേഷം മനസ്സിലാകണമെങ്കിൽ ആരെങ്കിലും തെളിയിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ അതൊന്ന് പ്രസംഗിച്ചു കൊടുക്കുകയോ ഒക്കെ വേണ്ടി വരും. കാരണം സുവിശേഷത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ അത്ര വലിയൊരു വായന എളുപ്പമല്ല. കാരണം നമുക്ക് വളരെ ഷോർട്ട് ടൈമേ നമ്മുടെ ജീവിതത്തിലുള്ളൂ. എത്ര ഷോർട്ടാണ് ആ ടൈം നമുക്ക് അറിവില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് സുവിശേഷം ഒരാളിലേക്ക് എത്തിക്കുവാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായി. ആ എക്സ്പീരിയൻസ് ഞാൻ കഴിഞ്ഞ സൺഡേ ഞങ്ങളുടെ ചർച്ചിൽ സംസാരിച്ചാണ്. അതായത് ഒരു സഹോദരി ക്യാൻസർ ആയിട്ട് വളരെ സീരിയസ് ആയിട്ട് വീട്ടിൽ കിടക്കുകയാണ്. ഇപ്പം ഇനി എഴുന്നേക്കില്ല, ഇനി ആൾ തീർന്നു, ഇനി പാലിയേറ്റീവ് കെയറിലേക്ക് വിട്ടേക്കാൻ പറഞ്ഞാണ് അവരെ വിട്ടേക്കുന്നത്. അപ്പം ഞാനും എൻ്റെ ഒരു സഹോദരൻ അവരുടെ വീട്ടിൽ ചെന്നു. കാത്തലിക്സ് ആണ്. സുവിശേഷം പറയും. എത്ര നേരമുണ്ട്? ബോധം വളരെ കുറവാണ്. എന്നാൽ ആ സമയത്തൊരു ബോധം ഉണ്ടായിരുന്നു, കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവരോട് 2 മിനിറ്റ് കൊണ്ട് സുവിശേഷം പറഞ്ഞു. ഈ 2 മിനിറ്റ് കൊണ്ട് സുവിശേഷം പറയാന്ന് പറയുന്നത് അത് അത്ര എളുപ്പമാണ്. സുവിശേഷം വളരെ വളരെ ലളിതമാണ്. വെറും 2 മിനിറ്റേ എടുത്തുള്ളൂ. അവർ വിശ്വസിക്കുന്നുണ്ടോ എന്ന് വിശ്വസിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു. അവര് ആ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു, ആഹാരം കഴിച്ചു, നോർമലായിട്ട് 3 ദിവസം ജീവിച്ചു. കിടന്ന കിടപ്പായിരുന്നു, എഴുന്നേക്കില്ല എന്ന് ഡോക്ടർ പറഞ്ഞാണ്. 3 ദിവസം ജീവിച്ചു, പിന്നെ മരിച്ചു. ആ മരിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി സുവിശേഷം അവർ കൺഫസ് ചെയ്തു. പിണങ്ങി വരുന്നവരോടെല്ലാം ഇണങ്ങി. അവരുടെ ജീവിതത്തിൽ ക്രമപ്പെടേണ്ട ഒത്തിരി വിഷയങ്ങൾ 2-3 ദിവസങ്ങളിൽ ക്രമപ്പെടുത്താൻ ദൈവം അവസരം കൊടുത്തു. മകളുമായിട്ട് ഭയങ്കര വഴക്കായിരുന്നു. മകൾ ഒന്ന് കെട്ടിപ്പിടിച്ചു, കരഞ്ഞ് അവരൊന്നിച്ച് കിടന്നുറങ്ങി. ഇന്ന് മരിച്ചുപോയി. സുവിശേഷം അത്ര ലളിതമാണ്. ഒരു മനുഷ്യനെ രക്ഷിക്കാൻ, വിശുദ്ധിയിലേക്ക് നടത്താൻ
കർത്താവിൻ്റെ സ്വഭാവത്തെ കൊടുക്കാൻ വളരെ ചുരുങ്ങിയ സമയം മതി. ആ ചുരുങ്ങിയ സമയത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഗോസ്പൽ. ഈ ഗോസ്പൽ എന്താണ്? ഗോസ്പലിന്റെ മെസ്സേജ്. ആ മെസ്സേജ് നമുക്ക് വരുന്നത് എങ്ങനെയാണ്? ഇതിൻ്റെ ഒരു വിശദമായ പഠനമാണ് നമ്മൾ ആദ്യം തുടങ്ങി വയ്ക്കുന്നത്. അതിനകത്തോടെ നമ്മൾ എല്ലാ ഉപദേശ രൂപങ്ങളിലൂടെയും കടക്കും. സോ വി നീഡ് ടു നോ ഹൗ ടു ഷെയർ ദ ഗോസ്പൽ ആൻഡ് വാട്ട് എക്സാക്ട്ലി ദ മെസ്സേജ് ഓഫ് ദ ബൈബിൾ ഈസ്. ഓക്കെ, അതായത് പ്രധാനമായിട്ട് സുവിശേഷത്തിനകത്ത് 3 കമ്പണൻസ് ആണ് ഉള്ളത്. ഒന്ന്, ദൈവത്തിന് നമ്മളോട് ഭയങ്കര സ്നേഹമാണ്, നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആ പദ്ധതിയിലേക്ക് എത്തുവാൻ കഴിയാത്ത വിധം മനുഷ്യൻ പാപത്തിനടിമയാണ്. അതുകൊണ്ട് ദൈവവുമായിട്ട് അവന് യാതൊരു കൂട്ടായ്മയ്ക്കും പറ്റുന്നില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതി അല്ല നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമായി നടക്കുന്നത്, നമ്മുടെ ആഗ്രഹങ്ങളാണ്. കാരണം നമ്മുടെ പാപമാണ് ഇതിന് കാരണം, ദൈവത്തിന്റെ പദ്ധതിക്ക് തടസ്സമായിട്ടുള്ളത്. പക്ഷെ ദൈവം പദ്ധതി ഇടുമ്പോൾ തന്നെ അത് പൂർത്തിയാക്കാൻ അറിയാവുന്നവനായതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നു? നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുന്നതിന്, പ്ലാൻ നിറവേറ്റുന്നതിന് നമുക്കുള്ള തടസ്സത്തെ നീക്കാൻ വേണ്ടി യേശുക്രിസ്തു എന്ന ദൈവപുത്രൻ ഈ ഭൂമിയിലേക്ക് നമുക്ക് മധ്യസ്ഥനായി പിതാവ് അയക്കുന്നു. അവന്റെ മരണത്തിലൂടെ നമുക്ക് പിതാവിൻ്റെ അടുക്കിലേക്ക് പ്രവേശനവും പുതിയ ജീവനും, അവന്റെ ആത്മാവിനാൽ നമുക്ക് ലഭിക്കുന്ന പുതിയ ജീവനും നമ്മളെ നിത്യജീവന്റെ അവകാശികളാക്കി മാറ്റുന്നു. ഇതാണ് ശരിക്കും സുവിശേഷം എന്ന് പറയുന്നത്. വി ആർ സേവ്ഡ് ഫ്രം ദ പണിഷ്മെന്റ് ഓഫ് സിൻ ബൈ ദ അറ്റോണിംഗ് ഡെത്ത് ഓഫ് ക്രൈസ്റ്റ് ഓൺ ദ ക്രോസ്. ആ സ്നേഹമാണ് ശരിക്കും സുവിശേഷം. ദ ലോർഡ് ലവ്ഡ് us and sent his own son to die for us. ഇത് വളരെ സിമ്പിളാണ്. ഈ സിമ്പിളായിട്ടുള്ള സുവിശേഷത്തിന് ശക്തിയുണ്ട്. ഹൃദയങ്ങളെ തുറക്കാനുള്ള ശക്തി, കണ്ണുകളെ തുറന്ന്, ആന്തരിക കണ്ണുകളെ തുറന്ന് ജീവൻ പ്രാപിപ്പിക്കാനുള്ള ശക്തി ഈ വചനത്തിന്റെ ഡെലിവറിക്കുണ്ട്. അത് വെറും നിഷ്ഫലമായ ബലഹീനമായ അതരങ്ങൾ കൊണ്ടായാലും ഈ വചനം ചെല്ലാതെ ആർക്കും രക്ഷയിലെത്താൻ സാധിക്കില്ല. എത്ര കഥകൾ കേട്ടാലും they might be interested, they might get excited, but they don't get saved. They're saved only when the word becomes life in them. അതിന് വചനം തന്നെ ചെല്ലണം. നമ്മുടെ നല്ല 5 കഥകൾ, നല്ല 5 ഇല്ലസ്ട്രേഷൻ കൊണ്ട് ആരും രക്ഷിക്കാൻ പറ്റത്തില്ല. You can win an argument or rouse their interest, but you cannot save them. ഓക്കെ, അപ്പോൾ എന്താണ് സുവിശേഷം? നമ്മൾ ഒരാൾക്ക് ഒരു ബൈബിൾ വായിച്ച് തുടങ്ങുമ്പോൾ അവൻ എവിടെ തുടങ്ങണം എന്നുള്ള ഒരു വിഷയമാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഉൽപ്പത്തി തുടങ്ങി കഴിയുമ്പോൾ അത് വലിയ റീഡിംഗ് ആണ്. അപ്പോൾ നമ്മൾ പറയും പുതിയ നിയമത്തിൽ നിന്ന് വായിച്ചു നോക്കണം, അല്ലെ? നിങ്ങൾ മിക്കവാറും നമ്മളെല്ലാം ചെയ്യുന്ന കാര്യമാണ്. ബൈബിളിൽ ഒരു പുതിയ നിയമം എടുത്ത് കൊടുത്തിട്ട് പറയുന്നത് ഇവിടെ തൊട്ട് വായിച്ചോ, ഇതാണ് പെട്ടെന്ന് ആദ്യം വായിക്കേണ്ടത്, ബാക്കി പിന്നീട് വായിച്ചാലും. സോ എത്രയും പെട്ടെന്ന് സുവിശേഷത്തിലേക്ക് എത്തുക, റീച്ച് ടു ദ ഹാർട്ട് ഓഫ് ദ ഗോസ്പൽ അറ്റ് ദ ഏർലിയസ്റ്റ്. അപ്പൊ ഇദ്ദേഹം വായിക്കാൻ തുടങ്ങുകയാണ് മത്തായിയുടെ സുവിശേഷം. അബ്രഹാമിന് ഇസാക്കിനെ ജനിപ്പിച്ചു, ഇസാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ മടുക്കും. ഒരു 5-8 ലൈൻ ആകുമ്പോഴേക്കും മടുക്കും. ഇത് നിർത്തിയേക്കാമെന്നുള്ളൊരു പ്രലോഭനം ഉണ്ടാകും, അല്ലേ? ശരിയല്ലേ? അപ്പൊ നമ്മൾ പറയാം ആദ്യത്തെ 15-16 വാക്യങ്ങൾ വിട്ടേക്ക്, അതിനുശേഷം ഉള്ളത് തൊട്ട് വായിക്കുക. ഓക്കെ, അങ്ങനെ ഞാൻ അവിടെ തൊട്ട് വായിച്ചു തുടങ്ങി. യൗസേപ്പും മറിയം കല്യാണം കഴിച്ചതും പിള്ളേർ കർത്താവ് ഉണ്ടാവുന്ന സമയത്ത് ഇവരങ്ങോട്ട് പോയി നസറത്തിലോട്ട് പോയതും പിന്നെ തിരിച്ചു വന്നു ബെത്ലഹേമിലെ കൂട്ടക്കൊലയൊക്കെ വായിച്ചു. നല്ല രസമായിട്ട് വായിച്ചു വരുമായിരുന്നു. 3-ാം അധ്യായം വന്നപ്പോൾ യേശുക്രിസ്തു സ്നാനപ്പെടുന്നതിനെ കുറിച്ച് വായിച്ചു. 4-ാം അധ്യായം വന്നപ്പോൾ യേശുക്രിസ്തു പരീക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ച് വായിച്ചു. നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് 5-ാം അധ്യായം വരുന്നത്. 5-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ തൊട്ട് വീണ്ടും നമുക്ക് പ്രയാസമായി. കാരണം അവിടെ പറയുന്ന ഒരു കാര്യവും നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. അപ്പൊ ശരിക്കും മത്തായിയുടെ സുവിശേഷം ഒരു ഡെഡ് എൻഡ് ആണ്. ഈ ഡെഡ് എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഹിന്ദുക്കളായ പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ടോ? ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ വെറും പ്രസംഗം മാത്രമേ ഉള്ളൂ, അവനൊന്നും ജീവിതമില്ല, വെറുതെ യേശുക്രിസ്തു അല്ലാതെ ആരും ശരിക്കും ജീവിച്ചിട്ടില്ല എന്ന്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ പറയുന്നത്? ഞാൻ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. പണ്ട് കാലത്ത് എസ് രാധാകൃഷ്ണനും മഹാത്മാഗാന്ധിയൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുമുണ്ട്. ആകെ ഒരു ക്രിസ്ത്യാനി ജീവിച്ചിരുന്നിട്ടുള്ളത് യേശുക്രിസ്തുവാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. നമ്മളെല്ലാം ഈ ക്രിസ്ത്യാനി എന്ന് പറയുന്നതല്ലാതെ നമ്മളൊന്നും യേശുക്രിസ്തു പറഞ്ഞ ഒരു കൽപ്പന പോലും അനുസരിക്കുന്നില്ല എന്ന് ലോകത്തിന് മുഴുവൻ അറിയാം. നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ ഗുരുപ്രഭാഷണം ഒന്നുകൂടെ വായിച്ചു നോക്കിയാൽ മതി. ഒന്നും അനുസരിക്കുന്നില്ല നമുക്ക് വ്യക്തമാവും. അപ്പം വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ വിചാരിക്കും, എൻ്റെ ദൈവമേ, ഈ സാധനം കൈക്കിട്ട് എന്താ പറയുക, ഇത് മുഴുവൻ വായിച്ചിട്ടും എനിക്കൊരു വക അനുസരിക്കാൻ പറ്റുന്നില്ല, ഇത് കൂടുതൽ എന്നെ മരണത്തിലേക്ക് വിടുകയാണ്, ഭയത്തിലേക്ക് വിടുകയാണ്, എനിക്ക് അനുസരിക്കാൻ പറ്റുന്നില്ല, ഞാൻ എന്ത് ചെയ്യും? നിസ്സഹായാവസ്ഥയാണ്. അപ്പൊ പിന്നെ എന്തിനാ ശിഷ്യന്മാർ അങ്ങനെ എഴുതി വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് എഴുതുമ്പോൾ അത്ര അറിയാമായിരുന്നുള്ളൂ. മത്തായും മർക്കോസും ലൂക്കോസും പോയി സാക്ഷിമൊഴികൾ എടുത്ത് ആൾക്കാർ പറഞ്ഞത് കേട്ട് മനസ്സിലാക്കി, അറിഞ്ഞതും കേട്ടതും അറിഞ്ഞ് തിരിച്ചറിഞ്ഞ് പലരിൽ നിന്ന് അത് വെരിഫൈ ചെയ്ത്
ആ യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്, അവൻ എന്തൊക്കെയാ പ്രസംഗിച്ചതെന്ന് കണ്ടെത്തി അത് എഴുതി വെച്ചു. വേറൊന്നും അവർ ചിന്തിച്ചില്ല. They reproduced the gospel as it is without knowing the deeper sense of it. അപ്പൊ നമ്മളത് വായിച്ചു നോക്കുമ്പോൾ എക്സാക്ട് ഈവൻസ് എന്താണ് യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ നടന്നത്, എന്താണ് അവൻ ഉപദേശിച്ചത്, അത് തന്നെ നമുക്ക് ഈ മത്തായിയുടെ, മർക്കോസിന്റെ, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കിട്ടും. പക്ഷെ അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഹാർഡ് ഗോസ്പൽ. അതായത് കഠിനമാണ്. അതിൽ ഓരോ കൽപ്പനകളും കഠിനമാണ്. ഓരോ കൽപ്പനകളും കഠിനമാകുമ്പോൾ നമ്മൾ ഒരുപക്ഷെ ഗിരിപ്രഭാഷണത്തെക്കുറിച്ച് ഒത്തിരി പ്രസംഗിച്ചെന്ന് വരാം, പക്ഷെ അതൊന്നും ജീവിതത്തിൽ നടക്കുകയില്ലെന്നുള്ള കാര്യം പതുക്കെ നമ്മൾ തിരിച്ചറിയുകയും നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. അല്ലെ? അനുസരിക്കുന്നില്ലെങ്കിൽ നമുക്ക് പ്രത്യാശ ഉണ്ടാവുമോ? പ്രത്യാശ ഉണ്ടാവില്ല. അപ്പൊ ദൈവം നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകുമോ എന്നുള്ളൊരു ചോദ്യത്തിന് നമുക്കുണ്ടാകുന്ന രണ്ട് വലിയ അബദ്ധങ്ങൾ. ഒന്ന് നമ്മുടെ ലോകത്തേക്ക് നോക്കുന്നതും മറ്റൊന്ന് മനുഷ്യനിലേക്ക് നോക്കുന്നതുമാണ് നമ്മൾ പ്രത്യാശ എടുത്തു കളയുന്ന കാര്യം. ലോകത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ മോഹങ്ങളാൽ പിടിക്കപ്പെടുകയും മനുഷ്യനിലേക്ക് നോക്കുമ്പോൾ നമ്മൾ സ്വയനീതിയാൽ പിടിക്കപ്പെടുകയും ചെയ്യും. അത് രണ്ടിടത്തും നമുക്ക് പ്രത്യാശ നഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ എന്താണ് ശരിക്കും സുവിശേഷത്തിൽ ഒരാൾ കേൾക്കേണ്ട മെസ്സേജ് എന്നതിലേക്ക് നമ്മൾ വരുമ്പോൾ, ഈ ആദ്യത്തെ സുവിശേഷങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാം ഒരു കോണ്ടെക്സ്റ്റിലാണ്, ഒരു പശ്ചാത്തലം അതിനുണ്ട്, ഒരു പഴയ നിയമത്തിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. ഇവൻ ലൂക്കോസിന്റെ സുവിശേഷം ആയാൽ പോലും യഹൂദന്മാരോട് കർത്താവ് ഇടപെടുന്ന, യഹൂദന്മാരുടെ ആ പഴയ നിയമത്തിൽ, അതായത് ദൈവം അവർക്ക് കൊടുത്ത പഴയ നിയമത്തിൽ നിന്ന് അതിൻ്റെ ഒരു ബാക്കിയായിട്ടാണ് പുതിയ നിയമം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. അതായത് പ്രവാചകന്മാർ പറഞ്ഞ ക്രിസ്തു എങ്ങനെയെല്ലാം അത് നിറവേറ്റി, എങ്ങനെ അവൻ മെസ്സിഹ എന്ന് അവകാശപ്പെട്ടു, എങ്ങനെ അവൻ്റെ ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു എന്നുള്ള കാര്യങ്ങളാണ്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം വരുമ്പോഴേക്കും അവിടെ ഒരു വലിയ ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അവിശ്വാസി, മോശയുടെ ഉടമ്പടിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു അന്യൻ, ഒരു യവനായ മതക്കാരൻ, അല്ലെങ്കിൽ ഒരു ഹിന്ദു, അല്ലെങ്കിൽ ഒരു മുസ്ലിം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിരീശ്വരവാദി, ആർക്ക് വേണമെങ്കിലും വായിച്ചു തുടങ്ങാവുന്ന സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. അതായത് ലോകത്തിന് മുഴുവൻ വെളിപ്പെട്ട, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഓക്കെ, അപ്പൊ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ലോകത്തിനാണ്. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പൊ ഇവിടെ എല്ലാം കാണുന്നത്, ആദ്യമായിട്ട് ഒരാൾ വിശ്വാസത്തെ സമീപിക്കുമ്പോൾ ഈസിയസ്റ്റ് തിങ് ഈസ് ടു സ്റ്റാർട്ട് ഫ്രം ദ ബുക്ക് ഓഫ് ജോൺ. യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് വായിച്ചു തുടങ്ങുന്നതാണ് അതിൽ ഏറ്റവും ഉചിതമായതും ഏറ്റവും എളുപ്പമായതുമായിട്ടുള്ള കാര്യം. അതിന്റെ കാരണം, കർത്താവിനെ നമ്മൾ അനുസരിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ജീവൻ ഉണ്ടാകണം. യോഹന്നാന്റെ സുവിശേഷം എഴുതപ്പെട്ടിരിക്കുന്നത് ഈ ജീവൻ ഉണ്ടാകാൻ വേണ്ടിയാണ്. ജീവൻ ഉണ്ടാകുന്നതിന് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നതിന്റെ അവസാനത്തെ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. ഇത് എന്തിനു വേണ്ടിയാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഇങ്ങനെയാണ് യോഹന്നാൻ പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം: എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. അപ്പൊ എന്തിനാ എഴുതിയിരിക്കുന്നത്? യേശു ക്രിസ്തു ദൈവപുത്രൻ നമ്മൾ വിശ്വസിക്കാനും വിശ്വസിച്ചിട്ട് നമ്മുടെ ഉള്ളിൽ ജീവൻ ഉണ്ടാകുവാനും. ഇനി 15-ാം അധ്യായം വായിച്ചു നോക്കിക്കേ. അല്ല, 15-ാം അധ്യായത്തിൽ പറയുന്നത് ഓക്കെ, ഞാൻ മുന്തിരിവള്ളി, 5-ാം വാക്യം: ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ മത്തായിയുടെ സുവിശേഷം എന്തുകൊണ്ടാണ് നമുക്ക് അനുസരിക്കാൻ പറ്റാത്തത്? നമ്മുടെ ജഡത്തിനത് സാധിക്കില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അത് കർത്താവ് പറയുന്നത് എങ്ങനെയാണ്? എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. യു ട്രൈ, യു കനോട്ട് ഡു ഇറ്റ്. അതാണ് ദൈവത്തിന്റെ നീതിയുടെ പ്രത്യേകത. ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ജഡത്തിന്റെ ശക്തിയാൽ പൂർത്തിയാക്കാൻ കഴിയുന്നതല്ല. ഇതാണ് നമ്മൾ പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാഠം. By our own flesh, we are not able, we will never be able to fulfill the commandments of the Lord.
അത് നമുക്ക് മനസ്സിലാകുന്ന മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഒരു ധനവാനായ മനുഷ്യൻ യേശുവിനെ അനുഗമിക്കാൻ വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ ധനവാനായ മനുഷ്യൻ യേശുവിനെ അനുഗമിക്കാൻ വരുമ്പോൾ, ദൈവരാജ്യത്തിൽ പോകാൻ വേണ്ടി വരുമ്പോൾ യേശു അവനോട് പറയാണ് 21-ാം വാക്യത്തിൽ, യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. ഒരു കുറവ് നിനക്കുണ്ട്, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എങ്കിൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അവൻ വളരെ സമ്പത്തുള്ളവനാകുകൊണ്ട് ഈ വചനത്തിൽ ദുഃഖിച്ച് പോയി കളഞ്ഞു. താഴോട്ട് വരുമ്പോൾ കർത്താവ് പറയാണ്, അവന്റെ ഈ വാക്കിനാൽ ശിഷ്യന്മാർ വിസ്മയിച്ചു. എന്നാൽ യേശു പിന്നെ, മക്കളെ, സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരാജ്യത്തിൽ കിടക്കുന്ന എത്ര പ്രയാസം! ധനവാൻ ദൈവരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാളും ഒട്ടകം സൂചിക്കൊഴിയുടെ കിടക്കുന്ന എളുപ്പം എന്ന് പറഞ്ഞു. അവർ ഏറ്റവും വിസ്മയിച്ചു. എന്നാൽ രക്ഷ പ്രാപിപ്പാൻ ആർക്ക് കഴിയുമെന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു. യേശു അവരെ നോക്കി, മനുഷ്യർക്ക് അസാധ്യം തന്നെ. എന്താണ് മനുഷ്യർക്ക് അസാധ്യം? രക്ഷ പ്രാപിക്കാൻ ആർക്ക് കഴിയും? ദൈവത്തിന്റെ, കർത്താവിന്റെ ഉത്തരം അത് മനുഷ്യർക്ക് പ്രയാസമാണെന്നല്ല, മനുഷ്യർ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരുമെന്നല്ല, മനുഷ്യർക്ക് അത് അസാധ്യം. ഒരു ധനവാൻ ദൈവരാജ്യത്തിൽ കിടക്കുന്നത് അസാധ്യം. ഒരു ഒട്ടകം സൂചിക്കുഴലിൽ കയറുന്നത് അസാധ്യം. ഒരു മനുഷ്യന്റെ പ്രവൃത്തികളാൽ അവൻ രക്ഷപ്പെടുന്നത് അസാധ്യം. ഓക്കെ, ഇതെല്ലാം അസാധ്യം, മനുഷ്യർക്ക് അസാധ്യമാണ്. എന്നാൽ ദൈവത്തിന് സകലവും സാധ്യമാണ്. ഒട്ടകം സൂചിക്കുഴലിലൂടെ കയറുമോ? ദൈവത്തിന് സാധ്യമാണ്. നമ്മൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുമോ? ദൈവത്തിന് സാധ്യമാണ്. ദൈവത്തിനെല്ലാം സാധ്യമാണ്. ഓക്കെ, അപ്പോൾ രക്ഷ എന്ന് പറയുന്നത് മനുഷ്യർക്ക് അസാധ്യമാണ് എന്നുള്ളതാണ് നമ്മുടെ ഹൃദയത്തിൽ എഴുതേണ്ട ഒരു കാര്യം. എന്നാൽ നമുക്ക് പലപ്പോഴും നമ്മുടെ ശക്തിയിൽ ആശ്രയിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോഴാണ് എങ്ങനെയാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് എത്തേണ്ടത്, എങ്ങനെയാണ് അനുസരണത്തിലേക്ക് എത്തേണ്ടത് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട ആദ്യ പാഠങ്ങൾ തീർച്ചയായിട്ടും യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നാണ് എളുപ്പം ലഭിക്കുന്നത്. കാരണം ഇസ്രായേൽ പൗരത്വമായോ ബന്ധമില്ലാത്ത നമ്മൾ, ജാതികളിൽ നിന്ന് വന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലാണ് യോഹന്നാന്റെ സുവിശേഷം. അല്ലെങ്കിൽ നിങ്ങൾ ഹിന്ദു വിശ്വാസത്തിൽ നിന്ന് രക്ഷയുടെ അനുഭവത്തിൽ വന്നിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചു നോക്കിയാൽ അവർക്ക് തീർച്ചയായിട്ടും യോഹന്നാന്റെ സുവിശേഷം ഒരു പ്രധാനപ്പെട്ട റീസൺ ആയിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഓക്കെ, ഈ യോഹന്നാന്റെ സുവിശേഷത്തിലെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, അതായത് നമ്മൾ ഈ വേദപഠനം നടത്തുമ്പോൾ നമ്മളെ തന്നെ പരിശോധിക്കാനും, നമ്മുടെ വീണ്ടും ജനനം, നമ്മുടെ കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധം, കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത് കേൾക്കാൻ ആ ബന്ധം ഉറപ്പിക്കേണ്ടത് ആവശ്യമായതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നും ചില വാക്യങ്ങൾ, മൊത്തം സുവിശേഷത്തിൽ നിന്നും ചില പ്രധാനപ്പെട്ട വാക്യങ്ങൾ മാത്രം നമ്മൾ ഒന്ന് അപഗ്രഥിക്കുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ അടുത്ത ക്ലാസ്സിൽ അതിന്റെ പഠനം, വേദപുസ്തകത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ പഠിക്കുന്നതായിരിക്കും. എന്തുകൊണ്ടാണ് ഇത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേദപുസ്തകം നമ്മൾ വായിക്കണമെങ്കിൽ അത് ശരിക്കും മനസ്സിലാക്കുവാൻ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ദൈവത്തിന്റെ ആത്മാവാണ്. ഓക്കെ, അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് ഉള്ളവർക്ക് മാത്രമേ വചനം ശരിക്കും വ്യാഖ്യാനിക്കാനോ തിരിച്ചറിയാനോ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് നമ്മുടെ നിത്യജീവൻ ആധാരമായ, നമ്മൾ 20-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തിൽ എന്താ വായിച്ചത്? അവനിൽ വിശ്വസിച്ചിട്ട് നിത്യജീവൻ ഉണ്ടാകാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. അപ്പോൾ നിത്യജീവൻ ഉണ്ടാകാൻ വേണ്ടി അതിനുള്ളത് എന്താണ്? എസെൻഷ്യൽസ്. വി വിൽ കം ടു ദ എസെൻഷ്യൽസ് ആൻഡ് ദെൻ വി വിൽ ഗോ അഹെഡ്. ഓക്കെ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ദൈവമക്കളാകുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ്. ദാറ്റ്സ് എ ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻ ദാറ്റ് യു നീഡ് ടു ആസ്ക്. നമ്മൾ പലപ്പോഴും സുവിശേഷം പറയാൻ പോകുമ്പോൾ റോമാലേഖനം 10:9-10 സുവിശേഷമായിട്ട് പലപ്പോഴും ഉപയോഗിക്കുന്നത്. യേശുവിനെ കർത്താവ് എന്ന് വായുകൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും ചെയ്തു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നിരക്ഷിക്കപ്പെടും. പക്ഷെ അതിനൊരു വലിയ കുഴപ്പമുണ്ട്. ആ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കത്തോലിക്കനെ കണ്ടിട്ട്, ഓർത്തഡോക്സുകാരനെ കണ്ടിട്ട് ചോദിച്ചു നോക്കി, യേശു നിന്റെ കർത്താവാണെന്ന് നീ കൺഫസ് ചെയ്യുന്നുണ്ടോടാ? യെസ്. അടുത്തത്, യേശു ക്രിസ്തുവിനെ പിതാവ് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് നീ വിശ്വസിക്കുന്നുണ്ടോ? യെസ്. അയാൾ രക്ഷിക്കപ്പെട്ടോ? അയാൾ രക്ഷിക്കപ്പെട്ടില്ല. രക്ഷയെക്കുറിച്ച്, വീണ്ടും ജനനത്തെക്കുറിച്ച് പറയാൻ ആ വാക്യം പോരാ.
അതായത് ഒരു മനുഷ്യൻ യേശുവിനെ കർത്താവെന്ന് പറഞ്ഞ് കൈപൊക്കിയത് കൊണ്ടോ, ഓക്കെ, അവൻ യേശു ക്രിസ്തുവിനെ പിതാവ് മരിച്ചവരുടെ ഉയർപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് കള്ളു കുടിക്കുന്ന എത്ര ക്രിസ്ത്യാനികളുണ്ടെന്നറിയോ? ഈസ്റ്ററിന്റെ തലേദിവസം ഒരു കള്ളു കുടിക്കുന്നത് എന്താണെന്ന് വിചാരിച്ചിരിക്കുന്നത്? യേശുവിനെ പിതാവ് ഉയർപ്പിച്ചതിന്റെ സന്തോഷമാണ്. അപ്പൊ അതങ്ങനെ ആഘോഷിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് കർത്താവ് എന്നവർ വിളിക്കുന്നുണ്ട്. ഒന്നും രക്ഷയാവുന്നില്ല. രക്ഷ എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? ഒരാളുടെ സുവിശേഷം പറയാൻ നമ്മൾ യോഹന്നാന്റെ സുവിശേഷമാണ് ഉപയോഗിക്കേണ്ടത്. എളുപ്പത്തിൽ എല്ലാ സുവിശേഷത്തിനും പറയാമെങ്കിലും ഫോർ മീ ഐ അണ്ടർസ്റ്റാൻഡ് ജോൺസ് ഗോസ്പൽ ടു ബി ദ ഈസിയസ്റ്റ് ബുക്ക് ഓഫ് ദ ബൈബിൾ. വേദപുസ്തകത്തിൽ മനസ്സിലാക്കാൻ വേറെ ഒരു പരസഹായവുമില്ലാതെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് യോഹന്നാന്റെ സുവിശേഷം. ഓക്കെ, അതിൽ ആദ്യത്തെ അധ്യായത്തിലെ പ്രധാനപ്പെട്ട ചില വാക്യങ്ങൾ മാത്രം ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 12-ാം വാക്യം, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മൾ എങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നത്, എന്താണ് അതിൻ്റെ പ്രോസസ്സ് എന്നുള്ളതാണ്. ഞാൻ നിങ്ങളോട് പറയാനുള്ള കാരണം ഇത് നിങ്ങൾ വീണ്ടും ജനിച്ചോ ഇല്ലയോ എന്ന് പരിശോധിക്കാനും, അതുപോലെ മറ്റുള്ളവരുടെ സുവിശേഷം പറയുമ്പോൾ അവർ വീണ്ടും ജനനം പ്രാപിക്കാൻ തക്കവണ്ണം ഈ സുവിശേഷം വിശ്വാസം ഉളവാകുവാൻ തക്കവണ്ണം ഈ സുവിശേഷം അവർ കേൾക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനും കൂടിയാണ്. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ദൈവമക്കളാകുന്നത്? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അപ്പൊ 2 കാര്യങ്ങളാണ്. ഒന്ന്, അവനെ കൈക്കൊള്ളണം. മറ്റൊന്ന്, അവന്റെ നാമത്തിൽ വിശ്വസിക്കണം. ഇനി എങ്ങനെ മക്കളാകാൻ സാധിക്കില്ല? 1, രക്തത്തിൽ നിന്ന് സാധിക്കും. ദാറ്റ് മീൻസ് നിങ്ങൾ ദൈവത്തിന്റെ ഒരു വിശ്വാസിയുടെ മകനായി ജനിച്ചുകൊണ്ടോ മകളായി ജനിച്ചതുകൊണ്ടോ ആ ആളുടെ രക്തമാണ് നിങ്ങൾക്കുള്ളത് കൊണ്ട് നിങ്ങൾക്ക് സാധിക്കില്ല. 2, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല. എന്ന് പറഞ്ഞാൽ ജഡത്തിനൊരു തീരുമാനമെടുത്ത് കർത്താവിന്റെ പിന്നാലെ വരാൻ സാധിക്കില്ല. നോട്ട് ബൈ യുവർ ഡിസിഷൻ, നിങ്ങളുടെ തീരുമാനത്താലല്ല. അപ്പൊ നമുക്ക് രക്ഷിക്കപ്പെടാൻ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല. ഇന്ന് പല ആളുകളും പ്രസംഗിക്കുമ്പോഴും കേൾക്കുമ്പോഴും ഇങ്ങനെ കേൾക്കുന്നത്, ഇന്നൊരു തീരുമാനം എടുക്കാതെ നിങ്ങൾ പോകരുതെന്നൊക്കെ പറയും. തീരുമാനം എടുത്തിട്ട് വലിയ കാര്യമൊന്നും. നമ്മൾ എത്രയോ തീരുമാനങ്ങൾ എടുത്തിരിക്കും. രക്ഷിക്കപ്പെടാമെന്ന് തീരുമാനം എടുത്താലും നമ്മൾ 2-3 ദിവസം കഴിയുമ്പം തീരുമാനം എടുത്തതായിട്ട് നമ്മൾ ചിലപ്പോൾ കലണ്ടറിൽ കുറിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ നമുക്ക് ആ വികാരമൊക്കെ അപ്പൊ തന്നെ പോയി കാണും. നമുക്കൊരു വികാര തള്ളിച്ച് ഉണ്ടായെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീണ്ടും ജനിച്ചിട്ടൊന്നുമില്ല. ഞാൻ നിങ്ങളിൽ പലരെ സംശയത്തിലാക്കുവാണോ? ഒരു 5-6 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഒന്നും ഓർമ്മയില്ല. രക്ഷിക്കപ്പെട്ടാണോ? അത് ബ്രദറെ എന്ന് ഒരാഴ്ച മുമ്പാന്ന് തോന്നുന്നു ഞാൻ വഴി നിന്നപ്പോ ഇങ്ങനെ രക്ഷിക്കപ്പെട്ടതാണ്. അങ്ങനെയൊന്നും സംഭവം നടക്കത്തില്ല. നമ്മുടെ ജഡത്തിന് ഇഷ്ടം തോന്നി ഓർത്തുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അങ്ങനെയല്ലേ അവിടെ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ 2 മാർഗങ്ങൾ അവിടെ റൂൾ ഔട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഒന്ന് രക്തത്തിൽ നിന്നല്ല, മറ്റൊന്ന് ജഡത്തിന്റെ ഇഷ്ടത്താൽ. നമുക്കറിയാമല്ലോ, നമ്മൾ ആരും ഡിസിഷൻ എടുത്തിട്ട് ഈ ലോകത്തൊന്നും ജനിച്ചാലല്ലോ. ഡിസിഷൻ എടുത്ത് ജനിച്ച ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. പേരൻസ് ഡിസിഷൻ എടുത്തപ്പോഴാണ് നമ്മൾ ജനിച്ചത്. നമ്മൾ ഡിസിഷൻ എടുത്തിട്ടല്ല നമ്മൾ ജനിച്ചത്. അതുപോലെ ദൈവത്തിന് മക്കളുണ്ടാകുന്നത് നമ്മൾ ഡിസിഷൻ എടുത്തിട്ടല്ല, ദൈവം ഡിസിഷൻ എടുത്തിട്ടാണ്. അപ്പോ ഈ ലോകത്തിൽ നമ്മുടെ ജനനം എങ്ങനെയാണോ നമ്മുടെ കൺട്രോളിലല്ലായിരുന്നു, അതുപോലെ തന്നെ നമ്മൾ ഉയരത്തിൽ നിന്ന് ദൈവത്തിന്റെ മക്കളായിട്ട് ജനിക്കുന്നത് നമ്മുടെ കൺട്രോളിലല്ല. നമ്മുടെ തീരുമാനമല്ല, ദൈവത്തിന്റെ ഇഷ്ടമാണ്. പുരുഷന്റെ ഇഷ്ടത്താലും അല്ല. എന്ന് പറഞ്ഞ ഒരു വീട്ടിലെ കാർന്നവർ പറയണം, ഇന്ന് മുതൽ ഞങ്ങൾ എല്ലാവരും ക്രിസ്ത്യാനികളാണ്. പോരാ, അയാൾക്ക് മാത്രമേ അങ്ങനെ ആകാൻ പറ്റുള്ളായിരിക്കും. ബാക്കിയുള്ളവർ ആർക്കും പറ്റണമെന്നില്ല. ഫെയ്ത്ത് ഹാസ് ടു ബി ഇൻഡിവിജ്വലിസ്റ്റിക്. അതൊരു വീട്ടിലെ പുരുഷന് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ ഇങ്ങനെ ഒന്നും മക്കളാവാൻ പറ്റത്തില്ല. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിച്ച് തീരുമാനം എടുത്ത് മക്കളാവാൻ പറ്റില്ല എന്നവിടെ എഴുതിയിരിക്കുന്നതാണ്. ജഡത്തിന് ചിലപ്പോൾ തോന്നും, കൊള്ളാമല്ലോ ക്രിസ്ത്യാനായിട്ട് ജീവിച്ചേക്കാന്നൊക്കെ തോന്നും. പക്ഷെ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം ആ തീരുമാനത്തിനൊന്നും ഒരു വാല്യൂ ഇല്ല. നമ്മൾ ഒരു തീരുമാനത്തിനൊരു വാല്യൂ ഇല്ല. ഈ ചില പ്രവൃത്തികൾ നമ്മൾ ഓർത്തിരുന്നാലും അതിന്റെ ഇമോഷൻസ് നമുക്ക് പെട്ടെന്ന് വിട്ടുപോകും.
ഇപ്പൊ ഞാൻ കൈപൊക്കിയ കാര്യം എനിക്ക് 10 വർഷം 50 വർഷം കഴിഞ്ഞാൽ ഓർമ്മ വരും. പക്ഷെ അതിന്റെ പുറകിലുണ്ടായിരുന്ന വികാരം ഞാൻ മറന്നു പോകും. വികാരം മറന്നുപോയി പിന്നെ അതിനകത്തൊരു എഫക്റ്റും ഇല്ല. ഓക്കെ, അപ്പോൾ പിന്നെ എങ്ങനെയാണ് മക്കളുണ്ടാകുന്നത്? അടുത്ത വാക്യത്തിൽ പറയുന്നത് അവർ ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അപ്പൊ നമ്മൾ വീണ്ടും ജനിക്കണമെങ്കിൽ എങ്ങനെ ജനിക്കണം? എവിടെ ജനിക്കണം? ദൈവത്തിൽ ജനിക്കണം. ദ ലോർഡ് ഹാസ് ടു ഗിവ് us ലൈഫ്. നമുക്ക് ദൈവം അവന്റെ ജീവനെ നൽകണം. നമുക്ക് ആ ജീവൻ ദൈവത്തിൽ നിന്ന് ലഭിക്കണം. അങ്ങനെ മാത്രമേ നമുക്ക് മക്കളാകാൻ സാധിക്കുള്ളൂ. ഒരു മനുഷ്യന്റെ മകളാകാൻ നമ്മൾ എങ്ങനെ നമ്മളെ തന്നെ അവരെങ്ങനെ തീരുമാനം എടുക്കണോ അതുപോലെ തന്നെ ദൈവത്തിന്റെ മക്കളാകാൻ ദൈവം തന്നെ ഒരു തീരുമാനം എടുക്കണം. ഓക്കെ, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ഇനി എങ്ങനെയാണ് നമ്മൾ ജനിക്കുന്നത്, വീണ്ടും ജനിക്കുന്നത് നമുക്ക് നോക്കാം. എന്താണ് അതിന്റെ പ്രോസസ്? അത് 3-ാം അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത്. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ പലപ്പോഴും ഇതൊന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ വേദ പഠനം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇപ്പോൾ അതിനെ കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തില് നിക്കോദമോസുമായിട്ടുള്ള കർത്താവിന്റെ സംഭാഷണം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവിടെ യേശു അവനോട് പറയാണ്, 3-ാം വാക്യം മുതൽ മതി, നമ്മുടെ ടൈം അധികം അതിനുവേണ്ടി ചിലവഴിക്കുന്നില്ല, എന്റെ നറേഷന് വേണ്ടി. 3-ാം വാക്യത്തിൽ യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്നുത്തരം പറഞ്ഞു. ഇത് സാധാരണ നമ്മൾ നാട്ടിൻപുറത്ത് പറയുന്ന പോലത്തെ ഒരു ശൈലിയിലാണ് കർത്താവ് പറഞ്ഞത്. എന്താണെന്നറിയാം, നമ്മൾ സാധാരണ പറയുന്ന ഒരു കാര്യമാണ്, നിനക്കൊന്നും ഈ ജന്മം തന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല, നീ ഒന്നുകൂടെ ജനിക്കേണ്ടി വരും. കർത്താവ് പത്രോസിന് പറഞ്ഞത്, നിക്കോദമോസിന് പറഞ്ഞത് തന്നെ, നീ ഒന്നും ഒരിക്കലും ദൈവരാജ്യത്തിൽ ഈ ജന്മം കൊണ്ട് പ്രവേശിക്കില്ല, നീ ഒന്നും കൂടെ ജനിച്ചാലേ നിനക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ, നിന്റെ ഈ ജന്മത്തിൽ നീ ദൈവരാജ്യത്തിൽ കയറുകയെന്ന് തന്നെ പറഞ്ഞത്. ഇമ്പോസിബിൾ ഫോർ മാൻ, അത് മറന്നു പോരുത്. നോട്ട് ബൈ ദ വിൽ ഓഫ് ദ ഫ്ലഷ്, നോട്ട് ബൈ ദ വിൽ ഓഫ് ദ മാൻ, നോട്ട് ബൈ ബ്ലഡ്. അപ്പൊ പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പൊ ഈ ജന്മം കൊണ്ട് സാധിക്കില്ല, മനുഷ്യരാൽ അത് അസാധ്യം. നമുക്ക് ദൈവരാജ്യത്തിൽ കടക്കാൻ ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്ന ജീവിതം കൊണ്ട് സാധിക്കില്ല. പെയിൻഫുൾ ട്രൂത്ത്, ഹാർഡ് ട്രൂത്ത്. ഞാൻ കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് ഇത്തിരി പ്രായമായ ഒരു അമ്മച്ചി സുഖമില്ലാതെ കിടക്കാൻ, ഞാൻ അവരുടെ അടുത്ത് ചെന്ന് സംസാരിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ആന്റി, നമ്മളെല്ലാവരും ചെറുപ്പം തൊട്ട് അന്വേഷിക്കുന്ന ഒരു ലോകമുണ്ട്, എന്നാൽ ദൈവം നമുക്ക് തരുന്നത് ആ ലോകമല്ല, അത് പുത്രന്റെ ലോകമാണ് ദൈവം നമുക്ക് തരുന്നത്. അത് ലോകം തരുന്നത് പോലെയല്ല, ലോകത്തിൽ നമ്മൾ അന്വേഷിക്കുന്നതുമല്ല. അത് ആത്മാവിന് മാത്രം ആനന്ദിക്കാൻ പറ്റുന്ന ഒരു ലോകമാണ്. അത് ദൈവം നമുക്ക് തരുന്നതാണ്. ആ ലോകത്തിലേക്കാണ് നമ്മൾ വീണ്ടും ജനിക്കുന്നത്. The new life that the Lord gives is not for the life that we seek, but for that life which the Lord would give us. Okay? അപ്പോൾ നമുക്കൊരിക്കലും നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന ഈ ജീവിതം കൊണ്ട് ദൈവസന്നിധിയിൽ പ്രവേശിക്കുവാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ നിക്കോദമോസ് ന്യായമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, മനുഷ്യൻ വൃദ്ധനായ ശേഷം എങ്ങനെയാണ് ഒന്നുകൂടെ ജനിക്കുന്നത്? മലയാളികൾക്ക് മനസ്സിലായനല്ലേ, നീ ഒന്ന് ഈ ജന്മത്തിനെ കൊണ്ട് പറ്റില്ല എന്ന് പറയുമ്പോൾ നടക്കൂല എന്നായി പറയുന്നത്. നിക്കോദമോസ് ഉടനെ ചിന്തിക്കുന്നത്, എങ്ങനെ ഇനി അമ്മയുടെ വയറ്റിൽ കിടന്ന് ഒന്നുകൂടെ ജനിക്കാം? അപ്പൊ കർത്താവ് പറയണം, അമ്മയുടെ വയറ്റിൽ ഒന്നുകൂടെ കിടന്ന് ജനിക്കുക എന്ന് പറയുന്നൊന്നും നടക്കുന്ന കാര്യമല്ല. കാരണം ഇപ്പൊ തന്നെ 90 വയസ്സ്, എൻ്റെ 80 വയസ്സെങ്കിലും ആയി കാണുമായിരിക്കും നിക്കോദമോസ്, അറിയത്തില്ല. ഇവൻ എങ്ങനെയാണ് ഇനി അമ്മയുടെ വയറ്റിൽ കിടന്ന് ഒന്നുകൂടെ ജനിക്കുന്നത്? ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പൊ കർത്താവ് പറയാണ്, അങ്ങനെ ഒരു ചാൻസ് ആർക്കും ഇല്ലെങ്കിലും വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നവർ എങ്ങനെ വീണ്ടും ജനിച്ചവരാണ്?
അമ്മയുടെ ഉദരത്തിൽ കിടന്ന് രണ്ടാമത് ജനിച്ചവരല്ല, വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചവരാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും ജനിക്കാനുള്ള രണ്ട് മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് വെള്ളവും മറ്റൊന്ന് ആത്മാവുമാണ്. പ്രിയ സഹോദരങ്ങളെ, പ്രത്യേകിച്ച് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഈ വെള്ളവും ആത്മാവും രക്ഷിക്കപ്പെടാൻ വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് കാര്യങ്ങളല്ല, വീണ്ടും ജനിക്കാൻ വേണ്ടി ഉള്ള രണ്ട് ഏജന്റുകളാണ്. നീഡ് ടു ബി കെയർഫുൾ അബൌട്ട് ദാറ്റ് ഇന്റർപ്രിട്ടേഷൻ. വെള്ളത്താലും ആത്മാവിനും ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുകയല്ല, വെള്ളത്താൽ ആത്മാവിനും ഒരു മനുഷ്യൻ വീണ്ടും ജനിക്കുകയാണ്. ദ പ്രോസസ് ഓഫ് ബീങ് ബോൺ, അതാണ് വെള്ളത്താൽ ആത്മാവിനും നടക്കുന്നത്. ഓക്കെ, വെള്ളത്താൽ ആത്മാവിനാലും അല്ല രക്ഷിക്കപ്പെടുന്നത്, വീണ്ടും ജനിക്കുന്നത് വെള്ളത്താൽ ആത്മാവിനാലും. ഓക്കെ, ഇനി വെള്ളത്താലും ആത്മാവിനാലും അല്ല രക്ഷിക്കപ്പെടുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. രക്ഷയുടെ ഒരു ഭാഗമാണ് വീണ്ടും ജനനം. അപ്പോൾ എന്താണ് വെള്ളം, എന്താണ് ആത്മാവ്? നമുക്ക് ഈ രണ്ട് വാക്യങ്ങൾ ഒന്നിച്ച് വായിക്കാം. ഞാൻ നിങ്ങളോട് ചോദിക്കാം എന്താണ് വെള്ളമെന്ന്. അപ്പൊ നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ നല്ലതായിരിക്കും, ഉത്തരം പറഞ്ഞില്ലെങ്കിലും നല്ലതായിരിക്കും. എനിക്ക് കുഴപ്പമില്ല, ഞാൻ ജസ്റ്റ് ഈ ചോദ്യം നിങ്ങളുടെ മുമ്പിൽ വെച്ചേക്കാം. ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കിടപ്പാൻ ആർക്കും കഴിയില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാണ്. അപ്പൊ എന്താണ് വെള്ളം? എന്താണ് വെള്ളം എന്ന് മനസ്സിലായില്ലല്ലോ. നമുക്ക് ഇത്തിരിയുടെ മുമ്പോട്ട് പോയിട്ട് നോക്കാം എന്താണ് വെള്ളം. ഒന്നുകൂടെ വായിച്ചു നോക്കിയത്. ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കിടപ്പാൻ ആർക്കും കഴിയില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. അപ്പൊ നമ്മൾ ആരാകണം? ജഡത്താൽ ജനിച്ചവരാകണോ ആത്മാവിനാൽ ജനിച്ചവരാകണോ? ആത്മാവിനാൽ ജനിച്ചവരാകണം, അല്ലേ? അപ്പൊ ശരിക്കും നമ്മളെ വീണ്ടും ജനിപ്പിക്കുന്നത് എന്താണ്? വെള്ളമാണോ ആത്മാവാണോ? നമുക്കത് അവിടെ നിർത്താം. വീണ്ടും ഒന്നുകൂടെ കറങ്ങി വരാം അതിലെ തന്നെ. ഓക്കെ, നമുക്കത് മനസ്സിലാക്കാൻ പറ്റുമെന്ന്. ഞാനിത് ഇങ്ങനെ പറഞ്ഞു പോയാൽ നിങ്ങൾ മറന്നു പോകും. അതുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞു പോകാതെ നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ച് പോകാൻ പറ്റുമെന്നുള്ളതാണ്. പറയാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. സൂമിൽ എല്ലാവരോടും സംസാരിച്ചാൽ ഒരു പിടി ഉണ്ടാവില്ല. ഈ പറയുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക, പറയാന്ന്. പറയണമെന്നില്ല, മനസ്സിലായി? അങ്ങനെ ഉണ്ടല്ലോ ചില സാർമാർ ചോദ്യം ചോദിക്കുമ്പോൾ പിള്ളേർ അവിടെ ഇരുന്നുകൊണ്ട് പറയുന്ന പോലെ കാണിക്കില്ല, അവർക്ക് അറിയാൻ മേലായിരിക്കും. അപ്പൊ സാർമാർ അടുത്ത ആളോട് ചോദിച്ചോളൂ എന്ന് വിചാരിച്ചാണ് ഇവരിങ്ങനെ ഈ തന്ത്രം കാണിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ല എങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല. കാരണം ജഡത്താൽ ജനിച്ചതെല്ലാം ജഡമാണ്, ജഡരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ പറ്റത്തില്ല. ആത്മാവിനാൽ ജനിച്ച ആത്മാവാണ്. അപ്പോൾ ദൈവരാജ്യം അവകാശമാക്കണമെങ്കിൽ നമ്മൾ ജഡത്താൽ ജനിച്ചാൽ പോരാ, പിന്നെ എന്ത് ചെയ്യണം? ആത്മാവിനാൽ ജനിക്കണം. ഇതിനു മുമ്പ് കർത്താവ് പറഞ്ഞ എന്താ? വെള്ളത്താലും ആത്മാവിനും. അപ്പൊ വെള്ളം എന്ത് ചെയ്യും? അപ്പൊ ആത്മാവിനാൽ ജനിക്കുന്ന കാര്യം മാത്രം രണ്ടാമത് പറഞ്ഞോളല്ലോ, അല്ലേ? എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ വെള്ളത്തിന്റെ കാര്യം കർത്താവ് വിട്ടു. ആദ്യം പറഞ്ഞ എന്താ? വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല. എക്സ്പ്ലെയിൻ ചെയ്ത് എങ്ങനെയാണെന്നറിയോ? ജഡത്താൽ ജനിച്ചെല്ലാം ജഡമാവുന്നു, ആത്മാവിനാൽ ജനിച്ചെല്ലാം ആത്മാവും. അപ്പൊ വെള്ളം എന്ത് ചെയ്യും? ആത്മാവൊന്നും ഇവിടെ ഉണ്ട്, അല്ലേ? ആത്മാവ് വാക്യത്തിലുണ്ടായിരുന്നു, ഈ വാക്യത്തിലുണ്ടായിരുന്നു. ആ വാക്യത്തിൽ ഇല്ലാതിരുന്ന ഒരു സാധനം ഈ വാക്യത്തിൽ വന്നു, എന്നാൽ ആ വാക്യത്തിൽ ഉണ്ടായിരുന്ന ഒരു സാധനത്തെ ഈ വാക്യത്തിൽ കാണാനില്ല. അപ്പൊ എന്ത് സംഭവിച്ചായിരിക്കും? ഇത് വ്യാഖ്യാനിക്കാൻ പെടുന്ന പാടല്ലേ. ഇത്തിരിയുടെ മുമ്പോട്ട് നോക്കി നമുക്കതിന് അർത്ഥം കിട്ടുമെന്ന് നോക്കാം. നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയൽ ആശ്ചര്യപ്പെടരുത്. അപ്പൊ ആൾക്കാര് നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ ഒന്നുകൂടെ ജനിക്കണം എന്നൊക്കെ ഭീഷണിപ്പെടുത്തൊന്നും അല്ല, നടക്കുകയില്ലാത്തോണ്ട് പറഞ്ഞതാ. കർത്താവ് പറയുന്നു, നീ വിചാരിക്കുന്നുണ്ടോ ഒന്നുകൂടെ ജനിച്ചാലേ നിനക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് ഒരിക്കലും കഴിയില്ല എന്നാണോ ഉദ്ദേശിച്ചത് കർത്താവെന്ന് ഒരു നിക്കോദമോസ് ചോദിക്കുകയാണെങ്കിൽ കർത്താവ് പറയാണ്, ഞാൻ ഉദ്ദേശിച്ചത് എന്താ? നിന്നെ ആശ്ചര്യപ്പെടുത്തണ്ട, നിന്നെ ബുദ്ധിമുട്ടിക്കണ്ട. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്? ജഡത്തിന് ഒരിക്കലും അതിന് ജഡമായിരിക്കാനേ പറ്റുള്ളൂ എന്ന് ഞാൻ നിങ്ങളോട് പറയാനുള്ള കാരണം എന്താണെന്നറിയോ?
ഈ ആത്മാവിനാൽ ജനിച്ചവരെല്ലാം കാറ്റ് പോലെയാണെന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ സ്വഭാവമുള്ളവരായിരിക്കണം? കാറ്റ് പോലെയുള്ളവർ. അടുത്ത വാക്യം ഇങ്ങനെയാണ്: നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയൽ ആശ്ചര്യപ്പെടരുത്. കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നുവെങ്കിലും അത് എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അങ്ങനെയാകുന്നു. എങ്ങനെയാകുന്നു? എവിടേക്കാ വരുന്നതെന്നോ എങ്ങോട്ടാ പോകുന്നതെന്നോ ആർക്കും അറിയാൻ മേല. അയ്യോ, അത് കൊള്ളാമല്ലോ. അപ്പൊ ആത്മാവിനാൽ ജനിച്ചവൻ എങ്ങോട്ടാ പോകുന്നത്? രാവിലെ നിങ്ങൾ ആത്മാവിൽ ജനിച്ച ഒരാളെ കണ്ടിട്ട്, ഹലോ ബ്രദറെ എങ്ങോട്ടാ? അപ്പൊ അവൻ എന്തായിരിക്കും പറയുന്നത്? എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു, ഒരു പിടിയുമില്ല. അങ്ങനെ പണ്ടെങ്ങനെ ഒരു പാട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ കാറ്റ് എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു ഒന്നും അറിയത്തില്ല. ആത്മാവിൽ ജനിച്ചവരെല്ലാം അങ്ങനെയായിരിക്കും. അപ്പൊ എവിടെ നിന്ന് വരുന്ന ഒരു കാറ്റെന്ന് നമുക്ക് അറിയുന്നില്ല, എവിടേക്ക് പോകും. നിങ്ങൾ ചുമ്മാ അന്ന് അന്തരീക്ഷത്തിലേക്ക് നാളെ നോക്കിക്കേ. ഈ ദുബായിലെ അന്തരീക്ഷത്തിൽ കാറ്റുണ്ടല്ലോ അല്ലെ, ഇടയ്ക്കിടയ്ക്കൊക്കെ മണൽക്കാറ്റ്, പലതരം കാറ്റുകൾ. നിങ്ങൾ ആ കാറ്റൊന്ന് നോക്കി നിന്നിട്ട് നോക്കി, ഇത് എവിടെ നിന്ന് വന്നതെന്ന് ആലോചിച്ച് നോക്കി, ഒരു പിടിയില്ല. എങ്ങോട്ട് പോകുന്നതെന്ന് ആലോചിച്ച് നോക്കി, ഒരു പിടിയില്ല. ഒരുപക്ഷെ ഇന്ന് ശാസ്ത്രം അറിയാവുന്നതുകൊണ്ട് ചിലപ്പോൾ അവിടെ നിന്ന് വന്നാൽ എവിടെ നിന്ന് വന്നതെന്നൊക്കെ പറയുമായിരിക്കാം. പക്ഷെ ചുമ്മാ നോക്കിയിരിക്കുന്ന ഒരാൾക്ക് ഇത് എവിടെ നിന്ന് തോന്നുന്നോ എങ്ങോട്ട് പോകുന്നോ ഒരു പിടിയും ഒരു കാറ്റിനെ നോക്കിയാൽ കിട്ടത്തില്ല. അതുപോലെ തന്നെയാണ് ആത്മാവിൽ ജനിച്ച ഒരാളും. ആത്മാവിൽ ജനിച്ചാൽ എങ്ങനെ ഇരിക്കും? കാറ്റ് പോലെ ഇരിക്കും. ആത്മാവ് എന്നുള്ള വാക്ക് ഗ്രീക്കിൽ ന്യൂമ. ന്യൂമ എന്ന് പറഞ്ഞാൽ കാറ്റും തന്നെയാണ്. അപ്പൊ ആത്മാവ് ശരിക്കും ഒരു കാറ്റാണ്. ആത്മാവ് ജനിച്ചവനെല്ലാം കാറ്റിന്റെ സ്വഭാവമായിരിക്കും. അപ്പന്റെ സ്വഭാവം മക്കൾക്ക് കിട്ടുന്ന പോലെ ആത്മാവിനാൽ ജനിച്ചവർക്ക് എല്ലാം ആത്മാവിന്റെ സ്വഭാവം കിട്ടും. എന്തോ ആത്മാവിന്റെ സ്വഭാവം? കാറ്റാണ്. ഈ ആത്മാവിന്റെ സ്വഭാവം നമുക്ക് കിട്ടുന്നതിനാണ് ഈ വീണ്ടും ജനനം എന്ന് ശരിക്കും പറയുന്നത്. വെള്ളം എന്താണെന്ന് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. വെള്ളം ഒരു പ്രതിസന്ധിയിൽ കിടക്കുകയാണ്. കാരണം യോഹന്നാൻ രണ്ടാമത്തെ വാക്യം പറഞ്ഞപ്പോൾ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞില്ല. അതുകൊണ്ടാണ് അത് ക്രൈസിസിലായത്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കണം എന്താ വെള്ളം. അപ്പൊ ആത്മാവിൽ ജനിച്ചവരെല്ലാം കാറ്റ് പോലെയാണ്. ഈ കാറ്റ് പോലെ എങ്ങനെയാണ് നമുക്ക് ജീവിക്കാൻ പറ്റുന്നത്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഈ വാക്കിന്റെ അർത്ഥം? കാറ്റ് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയത്തില്ല ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നു. നിങ്ങൾ വിചാരിക്കായിരിക്കും, എന്റെ ദൈവമേ ക്ലാസിന്റെ കാര്യം എങ്ങനെയാണോ ഈ പാസ്റ്റർ പറഞ്ഞത്, എവിടെ ചെന്ന് അവസാനിക്കുന്ന അറിയത്തില്ല. ആയിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിന്റെ ഏത് സാഹചര്യം നോക്കിയാലും ഇത് എവിടെ ചെന്ന് അവസാനിക്കും നമുക്ക് അറിയാൻ മേല. 2022 വിടുതലുണ്ടോ സഹോദരങ്ങളെ? 2022 നിങ്ങൾ അനുഭവിക്കുന്ന വലിയ പ്രയാസങ്ങൾ നിങ്ങൾക്ക് വിടുതൽ വരുമോ? ആർക്കറിയാം. 2022 ഉണ്ടോ എന്ന് തന്നെ ആർക്കും അറിയാൻ മേല. അങ്ങനെ ഒരു കാലം ഉണ്ടോ എന്ന് പോലും നമുക്ക് അറിയത്തില്ല. നാളെ നമ്മൾ എന്തായിരിക്കുമെന്ന് നമ്മൾ അറിയുന്നില്ല, അറിയേണ്ട കാര്യവും ഇല്ല. കാറ്റ് പോലെ നമ്മൾ വീശാൻ തയ്യാറാണെങ്കിൽ പ്രവാചകൻ എന്ന് പറയണോ നാളെ നിനക്ക്? ഒന്നും പറയേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ പുതിയ നിയമം വായിക്കാൻ നമുക്ക് മനസ്സിലാകുന്ന ഈ പ്രവചന വരം എന്ന് പറയുന്നത് വിശ്വാസിക്കുള്ളതേ അല്ല, അത് അവിശ്വാസിക്കുള്ളത്. ഒരു സഭയിലേക്ക് ഒരു അവിശ്വാസി വരുമ്പോൾ എല്ലാവരുടെ പ്രവചിക്കുകയാണെങ്കിൽ അവർക്ക് പാവബോധം വരും. അതുപോലെ പൗലോസിനുള്ളവരെ പോലെ ഉള്ളവരോട് പ്രവചിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അത് നടക്കത്തുമില്ല. പൗലോസിനോട് അഗബോസ് എന്ന് എന്താ പറഞ്ഞ് നിന്നെ പിടിച്ചോണ്ട് പോകുന്നല്ലേ? പൗലോസ് പറഞ്ഞു, അയ്യോ ഞാൻ പോകുന്നില്ല, അഗബോസെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ, ഒന്ന് വിടുതലെടുക്കണേ എന്നൊക്കെ പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല, മൈൻഡ് ചെയ്തില്ല, പോവുകയും ചെയ്തു. നമ്മൾ വിചാരിക്കും ഒരു അപ്പോസ്തലനായിട്ട് ആ പ്രവാചകൻ പറഞ്ഞ കേൾക്കാതെ പോയി കണ്ടപ്പോ പിടിച്ചത് അല്ലേ? പക്ഷെ അപ്പോസ്തലൻ കേൾക്കൂല എന്നുള്ളത് ആദ്യം ഉറപ്പായിരുന്നു. അതിന് ഒന്നാമത്തെ കാരണം അഗബോസ് പൗലോസിനോട് പറഞ്ഞില്ല പോകരുതെന്ന്, പിന്നെ പിടിച്ചോണ്ട് പോകുന്നു മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പൊ പൗലോസ് ഒരു കാര്യം പറഞ്ഞു, പിടിച്ചോണ്ട് പോയാൽ പോട്ടെ, ഞാൻ എന്റെ പ്രാണനെ ഒന്നും വിലയേറിയതായി എണ്ണുന്നില്ല. അത് പറയാൻ കാരണം ഈ പ്രഷറാണ്. ഓക്കെ, അപ്പോൾ പൗലോസിന്റെ ലൈഫ് അങ്ങനെയാണ്. അത് എങ്ങനെയാണെന്ന് എങ്ങോട്ട് പോകുന്നു ആർക്കും പറയാൻ സാധിക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് കാറ്റ് പോലെ വീശും എന്ന. കാറ്റ് പോലെ വീശും.
അങ്ങനെ കാറ്റുപോലെ വീശുന്നവർക്ക് നാളെ എന്ത് സംഭവിക്കുന്ന ഒരു പ്രവാചകൻ പറയേണ്ട ആവശ്യമില്ല. വിടുതൽ വരുന്നുണ്ടോ നോക്കിയിരിക്കേണ്ട കാര്യമില്ല. അവനൊരു കാര്യം അറിയാം, കർത്താവ് എന്തായാലും അവൻ്റെ കൂടെ ഉണ്ട്. അത് ഇന്നും ഉണ്ട്, നാളെയും ഉണ്ട്. നാളെ ഞാൻ ഇല്ലെങ്കിൽ പോലും കർത്താവ് എൻ്റെ കൈ പിടിച്ചിട്ടുണ്ടാവും. അവൻ ഒരിക്കലും വിടത്തില്ല. ഇതിൽ കൂടുതൽ ഒരു പരിജ്ഞാനവും ബൈബിളിൽ ഇല്ല. ഇതാണ് ബൈബിളിന്റെ ക്രക്സ്. ദ ലോർഡ് ഈസ് വിത്ത് മീ, ഹി വിൽ നെവർ അബാൻഡൻ മീ, ഹി ലവ്സ് മീ, ഹി വിൽ ഹോൾഡ് മീ ക്ലോസ് ടു ഹിം. ഓക്കെ, ആത്മാവ് ജനിച്ചവർക്ക് അത് പറയാൻ പറ്റത്തുള്ളൂ. അവൻ കാറ്റ് പോലെയാണ്. ദൈവം നമ്മളെ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എവിടെയൊക്കെ പോയാലെന്ത്, നാളെ എന്ത് സംഭവിച്ചാലെന്ത്, യാതൊരുവിധ പ്രശ്നവുമില്ല. ഞാൻ നിങ്ങളുടെ കാറ്റ് എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ ഒന്നും കൂടെ വിശദീകരിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഇപ്പൊ എന്നോട് കർത്താവ് പറയാണ്, നീ പ്രസംഗം ഇപ്പൊ നിർത്തിക്കോ. അപ്പൊ ഞാൻ പറയാം, കർത്താവേ 15 മിനിറ്റ് കൂടെ ഉണ്ട്. പറയും, നീ ഇപ്പൊ നിർത്തിക്കോ, ലാപ്ടോപ്പ് മടക്കിക്കോ, ഡ്രസ്സ് എടുത്തിട്ടോ, നേരെ തിരുവനന്തപുരത്തേക്ക് പോയിക്കോ, നാളെ നീ അവിടെയാണ് സംസാരിക്കേണ്ടത്. അങ്ങനെയാണ് അപ്പോസ്തലന്മാർ അന്ന് നടന്നുകൊണ്ടിരുന്നത്. ഇന്ന് ഞങ്ങളൊക്കെ വിളി അനുസരിച്ചാണ് സംസാരിക്കുന്നത്. പക്ഷെ അപ്പോസ്തലന്മാർ അങ്ങനെയല്ല, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമായിരുന്നു, നീ ഇന്ന സ്ഥലത്തേക്ക് പോകും, ഉടനെ അവർ എഴുന്നേറ്റ് പോകുമായിരുന്നു. ഓക്കെ, ഇതിപ്പോ വിളിയുടെ അടിസ്ഥാനത്തിലാണ് മിക്കവാറും പ്രസംഗങ്ങൾ, ഞാൻ ഉൾപ്പെടെ. അപ്പൊ എന്നോട് കർത്താവ് പറയാണ്, നിന്റെ പ്രസംഗം ഇവിടെ നിർത്തിക്കോ, നീ നാളെ തിരുവനന്തപുരത്തിന് പോയിക്കോ, അവിടെയാണ് നിനക്കിനി അടുത്ത മീറ്റിംഗ്, അടുത്ത പ്രസംഗം നടക്കേണ്ടത്. ഡോർ ഞാൻ തുറന്നോളാം, നീ ഇറങ്ങിക്കോ. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അങ്ങനെ പോകില്ല. അതിന്റെ കാരണം, കർത്താവ് പറയുന്ന പോലെ ഒരു കാറ്റ് പോലെ എന്ത് സംഭവിക്കും എന്നറിയാതെ അങ്ങനെ പോകാൻ എനിക്ക് താല്പര്യമില്ല സഹോദരങ്ങളെ. എന്നെ വിളിച്ചെടുത്ത് പോയാൽ അവരെന്നെ ബഹുമാനിക്കും അല്ലേ? അപ്പൊ കർത്താവിന് എല്ലായിടത്തും എന്നെ പറഞ്ഞുവിടാൻ പറ്റുമോ? പറഞ്ഞുവിടാൻ പറ്റില്ല. കാരണം ഞാൻ കാറ്റ് പോലെ അല്ല. ഈ കാറ്റ് പോലെ അല്ലാത്തതുകൊണ്ട് എന്നെ എല്ലായിടത്തും വിടാൻ കർത്താവിന് പറ്റിയല്ല. ശരിയാണോ ഞാൻ പറഞ്ഞത്? നിങ്ങളൊന്ന് ഉഗാണ്ടയിലോട്ട് വിടാൻ കർത്താവിന് പറ്റുമോ? നിങ്ങളെ സിറിയയിലെ സുവിശേഷയിലേക്ക് വിടാൻ കർത്താവിന് പറ്റുമോ? പറ്റുമോ? കർത്താവിന് പറ്റും. പക്ഷെ കാറ്റ് പോലെ ആണെങ്കിലേ നിങ്ങൾ പോവുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലായി വരുന്നുണ്ടോ? അപ്പൊ ദൈവത്തിന് നമ്മൾ എല്ലായിടത്തും വിടാൻ പറ്റുമോ? അങ്ങോട്ട് പോകുന്നു പറഞ്ഞാൽ അപ്പൊ നമുക്ക് തന്നെ അറിയത്തില്ല എവിടെ ചെന്ന് അവസാനിക്കുന്നു. അബ്രഹാം പുറപ്പെട്ടു വരുമ്പോൾ എബ്രഹാമിന് അറിയില്ല എവിടെ ചെന്ന് അവസാനിക്കുന്നു. ഹി വാസ് ലൈക്ക് എ വിൻഡ്. അതുപോലെ ഓരോ കാര്യങ്ങൾ, എബ്രഹാം ഇസ്ഹാക്കിനെ യാഗം അർപ്പിക്കാൻ എബ്രഹാമിന് പറയുമ്പോൾ എബ്രഹാമിന് അറിയില്ല, രക്ഷപ്പെടുന്നൊരു പ്രതീക്ഷ പോലും ഇല്ല, ഒന്നും കാണുന്നില്ല, വാഗ്ദത്തം മാത്രമേ കാണുന്നുള്ളൂ. കാറ്റ് പോലെയാണ്. ഡസ് നോട്ട് നോ വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ് ഡേ. നോ നീഡ് ടു നോ. അറിയണമെന്നും നിർബന്ധമൊന്നുമില്ല. സമ്മതിച്ചോ? കാറ്റ് പോലെ ആണെങ്കിൽ നമുക്കൊന്നും പ്രശ്നമില്ല. ഇങ്ങനൊരു ലൈഫ് കിട്ടുമോ? ഒരു തൂണുമില്ലാത്തൊരു ലൈഫ്. ഉദാഹരണത്തിന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഉദാഹരണം ഈ കാര്യത്തിൽ കല്യാണമാണ്. ദൈവം നിങ്ങളോട് പറയാണ്, ഇന്നാരെ കല്യാണം കഴിച്ചോ. നിങ്ങൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ മിടുക്കരാണ്. പക്ഷെ ഇനി അഥവാ കല്യാണം കഴിച്ചില്ലെങ്കിൽ അതിന് ചില കാരണങ്ങളുണ്ടായിരിക്കും. പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മൾ ഈ ലോകത്തു നിന്ന് പഠിച്ച കുറെ പാഠങ്ങളായിരിക്കും. ഓക്കെ, കല്യാണം കഴിക്കുമ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ സൂക്ഷിച്ചു വേണം കല്യാണം കഴിക്കാൻ. ബൈബിൾ ആയിരിക്കില്ല നിങ്ങളെ പഠിപ്പിച്ചത്, ഈ ലോകത്തിലെ ഏതെങ്കിലും പാഠം നിങ്ങൾ പഠിച്ചായിരിക്കും. ആ പാഠം മറക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. അത് മറന്നാൽ മാത്രമേ, അത് നിങ്ങളെ വിട്ട പാഠങ്ങൾ പോയാൽ മാത്രമേ ദൈവം പറയുന്ന അതുപോലെ അനുസരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അതായത് ഇപ്പൊ ദൈവം പറയുന്ന എല്ലാം ഞാൻ അനുസരിക്കണം, അതുപോലെ അനുസരിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? എന്നെ ഈ ലോകത്തിലേക്ക് ഹോൾഡ് ചെയ്യുന്ന തത്വങ്ങളോട് ഞാൻ മരിക്കണം. കർത്താവിന് എന്നെ കാറ്റുപോലെ കൊണ്ടുപോകാൻ പറ്റണം എവിടെ വേണമെങ്കിലും. എനിക്ക് പണ്ട് 2 കാര്യങ്ങൾ നിർബന്ധം ഉണ്ടായിരുന്നു. കർത്താവ് എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് ഒരു റിസർവേഷൻ ടിക്കറ്റ് ഒപ്പിച്ചു തരണം കർത്താവ്, അല്ലെ ഞാൻ പോകില്ല. എന്നെ ഈ തടിയും വെച്ചോണ്ട് അവിടെ ഇവിടെ ചാരി നിൽക്കാൻ പറ്റത്തില്ല.
എത്ര നേരം ചാരി ഇരിക്കുന്നു, ഇരുന്ന് കഴിഞ്ഞാലും കുറെ കഴിയുമ്പോൾ നടുവേദന എടുക്കും. അപ്പൊ കർത്താവിന് എന്നെ കാറ്റ് പോലെ വിടാൻ പറ്റിയല്ല, കാരണം എല്ലായിടത്തും ഞാൻ പോകില്ല. കാറ്റായിരുന്നെങ്കിൽ എല്ലായിടത്തും വീശുന്നിടത്ത് പറയാൻ വന്നിടത്ത് എല്ലാം വീശുമായിരുന്നു. ഞാൻ എനിക്ക് സൗകര്യമുള്ളത് വീശുള്ളൂ. അപ്പൊ കർത്താവിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, എന്നെ ഒരു ഷണ്ണന് വേണ്ടി മരുഭൂമിയിലേക്ക് അയക്കാൻ പറ്റുന്നില്ല. അത് ഫിലിപ്പോസിനെ പറഞ്ഞു കൊടുത്തു. 4 പേര് കൂടുന്നിടത്ത് പ്രസംഗിക്കാൻ എന്നെ കർത്താവിന് പറഞ്ഞു വിടാൻ പറ്റിയല്ല. കാരണം ഞാൻ 5000 പേരുടെ അടുത്ത് മാത്രമേ പ്രസംഗിക്കുള്ളൂ. അപ്പൊ ഞാൻ കാറ്റ് പോലെയാണോ? കാറ്റ് പോലെയല്ല. കാറ്റ് പോലെ ആയിരുന്നെങ്കിൽ എവിടെ വേണേലും നമ്മളെ വിടാൻ പറ്റുമായിരുന്നു അല്ലേ? മനസ്സിലാവുന്നുണ്ട് എന്റെ വ്യത്യാസം എന്താണ്? അപ്പോൾ ആത്മാവിൽ ജനിച്ചവൻ കാറ്റ് പോലെയാണെന്ന് പറഞ്ഞതിന് അർത്ഥം അവനെ ആത്മാവ് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. അവൻ ആത്മാവിൽ ചലിച്ചുകൊണ്ടേയിരിക്കും, സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു ലൈഫ് കർത്താവ് പറയാണ്, വീണ്ടും ജനിച്ചവരെല്ലാം അപ്പനെ നോക്കിയാണ് ജീവിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു ഫണ്ടമെന്റൽ ആയിട്ടൊരു കാര്യം ഓർക്കാനുണ്ട്. ഏദൻ തോട്ടത്തിൽ നിന്ന്, ഏദൻ തോട്ടത്തില് ആദ്യം പാപം ചെയ്യുന്നതിന് മുമ്പ് ഇവർ ദൈവവുമായി നല്ല സ്നേഹത്തിലായിരുന്നു. ഇവര് ദൈവവുമായിട്ട് മാത്രമേ ബന്ധം ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നുമായിട്ട് അവർക്ക് ബന്ധം ഉണ്ടായിരുന്നില്ല. ഓക്കെ. എന്നാൽ പതുക്കെ പതുക്കെ അവർ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവർ ദൈവം പറയുന്ന എല്ലാം അനുസരിക്കാനുള്ള ശക്തി അവർക്ക് നഷ്ടപ്പെട്ടു പോയി. They were no longer obedient. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവർ ദൈവത്തെ ഒരു കുഞ്ഞനുസരിക്കുന്ന പോലെ അനുസരിച്ചില്ല. പകരം അവർ അവരുടെ രാജ്യത്തെ സ്ഥാപിച്ചു. ഈ രാജ്യം അവിടെ ഉള്ളത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? നമുക്ക് ദൈവത്തെ അനുസരിക്കാൻ പറ്റാത്തത്. നമ്മുടെ രാജ്യം നിലനിൽക്കുന്നിടത്തോളം കാലം നമുക്ക് ദൈവം പറയുന്നതിന് കീഴ്പ്പെടാൻ പറ്റത്തില്ല. കാരണം എന്താ? നമ്മുടെ രാജ്യം. ഓക്കെ. പണ്ടൊരാളെന്നോട് പറഞ്ഞാണ്, ഒരു ലോട്ടറി അടിച്ചിട്ട് വേണം ബ്രദറെ എനിക്ക് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാൻ. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്തിനാ? എൻ്റെ പിള്ളേരെയും ഒക്കെ ഒന്ന് സെറ്റിൽ ചെയ്യിപ്പിച്ചിട്ട് വേണം, അല്ലെങ്കിൽ അവർ വയസ്സാം കാലത്ത് പറയും എൻ്റെ അപ്പൻ എനിക്ക് എന്നെ ഒന്നും സഹായിച്ചില്ല. അതുകൊണ്ട് പുള്ളി ലോട്ടറി അടിക്കാൻ വേണ്ടി ലോട്ടറി എടുത്തുകൊണ്ടിരിക്കും. എന്തിനു വേണ്ടിയാണെന്നറിയോ? സുവിശേഷ വേലയ്ക്ക് പോകാൻ വേണ്ടി. അപ്പൊ അവനെ എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിന് അവനെ കൊണ്ട് ലോട്ടറി എടുപ്പിക്കണം. അവൻ കാറ്റ് പോലെയാണോ സഹോദര? അല്ല. ഒരു വിവാഹാലോചന വരുക, ദൈവത്തോട് ചോദിക്കുക, കർത്താവ് നിന്റെ ആലോചനയാണോ? കർത്താവ് ചോദിക്കുക, ഞാൻ പറഞ്ഞ നീ കെട്ടുവോ? അന്നേരം നോക്കാൻ കർത്താവേ, എൻ്റെ വീട്ടുകാരോട് സമ്മതിക്കണം. അപ്പൊ അവൻ കാറ്റ് പോലെയല്ല. ആഹാ, അപ്പൊ വീട്ടുകാർ സമ്മതിക്കാതെ കല്യാണം കഴിക്കാൻ ഈ പാസ്റ്റർ സമ്മതിച്ചല്ലേ? എങ്ങനെയാ നമ്മൾ കല്യാണം കഴിക്കേണ്ടതെന്ന് അറിയോ? 2 തരം കല്യാണങ്ങളാണ് ഈ ലോകത്തുള്ളത്. എന്തൊക്കെ തരം കല്യാണങ്ങളുള്ളതെന്ന് പറയാമോ? പറയണ്ട, ആലോചിച്ചാൽ മതി. ഒന്ന് പ്രേമ വിവാഹം, മറ്റേത് അറേഞ്ച്ഡും ഇല്ല വിവാഹം. ഈ 2 വിവാഹങ്ങളിൽ ഏതാ നല്ലത്? ഓ, ഒന്നും പറയണ്ട എൻ്റെ ദൈവമേ, പറഞ്ഞ പ്രശ്നം പുലിവാല. നിങ്ങൾക്കറിയോ, ഈ ഇംഗ്ലണ്ടിലൊക്കെ ഈ അറേഞ്ച്ഡ് മാരേജ് ഒരു വലിയ ഈവിലായിട്ടാ. പണ്ട് ഈ സതി പോലത്തെ ഉള്ള ഒരു തിന്മയായിട്ടാണ് അവിടുത്തെ ആൾക്കാർ കാണുന്നത്. ഒരു പെൺകുട്ടിയോ ഒരു ആൺകുട്ടിയും യാതൊരു പരിചയമില്ല, ആ പെൺകുട്ടിയെ പറഞ്ഞൊരു ആൺകുട്ടി എടുത്തിട്ട് വിടുന്നു. അവർ തമ്മിൽ ഒരു ബന്ധവും സൗഹൃദവും ഒന്നും ഇല്ലാത്ത ഒരാളുമായിട്ട് ശാരീരികമായിട്ട് അടുത്ത് ജീവിക്കേണ്ടി വരുന്നു. അതൊരു അനാചാരമായിട്ടാണ് ഈ ബ്രിട്ടീഷുകാരൊക്കെ കാണുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഏതാണ് നല്ലത്? നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ തോന്നായിരിക്കും ഈ മനുഷ്യന് പ്രേമവിവാഹത്തോട് ആഭിമുഖ്യമുള്ള ആളാണ്. എൻ്റെ സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരിക്കലും ആരെയും പ്രേമിച്ചിട്ടില്ലാത്ത ഒരാളുണ്ടെങ്കിൽ അത് ഞാനായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രേമവിവാഹം വെറും തട്ടിപ്പാണ്. അതുപോലെ തന്നെയാണ് അറേഞ്ച്ഡ് മാരേജ്. ഇത് രണ്ടും വെറും തട്ടിപ്പുകളാണ്. പ്രേമവിവാഹത്തിൽ ഒരുത്തിന് ജഡത്തിൽ ഒരാളുടെ ഇഷ്ടം തോന്നുന്നു, ജഡം തീരുമാനം എടുക്കുന്നു, അപ്പൊ അവനാണ് അവന്റെ രാജാവ്. അറേഞ്ച്ഡ് മാരേജിൽ പേരൻസ് എല്ലാം കൂടെ കൂടി വലിയൊരു ജഡം ഉണ്ടാക്കിയിട്ട് ആ ജഡം തീരുമാനം എടുക്കുന്നു. അങ്ങനെയല്ലേ? അപ്പോ കാറ്റ് പോലെ. അപ്പൊ കർത്താവിനോട് പറയാണ്, നീ ഒരു മിഷണറി ആയിട്ട് പോകാൻ പോലെ ആ മിഷണറിയെ കല്യാണം കഴിച്ചോ? അപ്പൊ ഇല്ലില്ല, ഞാൻ മിഷണറി ആയിട്ട് പോവാ.
അതുകൊണ്ട് ഞാനൊരു നേഴ്സിനെ കല്യാണം കഴിക്കാൻ പോകുന്നു. ഞാൻ എന്തിന്? പുള്ളിക്കാരി പണി ചെയ്ത് സമ്പാദിച്ചു തരും, ഞാൻ സുശേഷം. അങ്ങനെ പിന്നീടായാൽ കുഴപ്പമില്ല. പിന്നീട് അങ്ങനെ ആയാൽ ഓക്കെ, ദാറ്റ്സ് ഫൈൻ. പക്ഷെ അങ്ങനെ ആദ്യം തൊട്ടേ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് കാറ്റ് പോലെ അല്ല. കാരണം അവനൊരു പില്ലർ ആദ്യം നാട്ടുന്നതല്ലേ. കാറ്റിന് എന്തിനാ തൂണ്? അപ്പൊ എനിക്ക് കർത്താവ് പറയുന്ന ആളെ കെട്ടാൻ പറ്റാത്തതിന്റെ കാരണം എന്താ? ഞാൻ ചെറുപ്പം തൊട്ടേ പഠിച്ചു വന്ന ചില പ്രമാണങ്ങളുണ്ട്. ആ പ്രമാണങ്ങൾ കാരണം ദൈവം പറയുന്ന എല്ലാം ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റിയല്ല. പ്രമാണം നമ്പർ 1, പണമില്ലാത്തവനെ എന്തിനു കൊള്ളാം? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ പ്രമാണം? ഇത് ബൈബിളിലുള്ളതാണോ ലോകം പഠിപ്പിച്ചതാണോ? ലോകം പഠിപ്പിച്ചതാണ്. എടാ, വിദ്യാഭ്യാസമാടാ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ധനം. റിയലി ആണോ? വിദ്യാഭ്യാസം ഒത്തിരി ഉണ്ടായിട്ട് ഒരു വിവരവും ഇല്ലാത്ത എത്രയോ പേരെ ഞാൻ കാണുന്നുണ്ടെന്ന്. അപ്പൊ കല്യാണം മുടങ്ങാനുള്ള 2 വഴികളായി: ധനം, വിദ്യാഭ്യാസം. ഇനി മൂന്നാമതൊരു വലിയ സാധനമുണ്ട്. നമ്മുടെ ആൾക്കാരാണോ എന്ന ചോദ്യം. അതായത് നമ്മുടെ അതേ ജാതിയാണെന്ന്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ തൂണുകളുണ്ട്. അപ്പൊ രസകരമായ ഒരു സംഭവം ഉണ്ടായി, നിങ്ങൾ ആരോടും പറയരുത്. എൻ്റെ ഒരു ബന്ധു എൻ്റെ വീട്ടിലൊരു കല്യാണാലോചന വന്നു. ഞാൻ രഹസ്യം പറയുന്നതല്ലേ പറയുന്നത്, റെക്കോർഡിംഗ് ആണെന്ന് യൂട്യൂബ് പോകുന്നൊക്കെ എനിക്കറിയാം. അപ്പൊ എൻ്റെ ബന്ധുവിൻ്റെ ഒരു കല്യാണാലോചന വന്നപ്പോൾ കല്യാണമൊക്കെ ഉറപ്പിച്ച് ചെറുക്കനും പെണ്ണിനൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. കല്യാണമൊക്കെ ഉറച്ചു വരാറായപ്പം ചെറുക്കൻ്റെ അപ്പൻ, പെണ്ണിന്റെ അപ്പൻ വന്ന് ചെറുക്കൻ്റെ അപ്പനോട് പറഞ്ഞു, അതെ, കല്യാണത്തിന് മുമ്പുള്ള കാര്യം തുറന്ന് പറഞ്ഞേക്കാം, ഞങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരല്ല. എൻ്റെ പേരൻസ് ഒരു പ്രത്യേക മാർഗത്തിൽ നിന്ന് വിശ്വാസി വന്നവരാണ്. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഹൈ കാസ്റ്റ് ആയിട്ടൊന്നുമല്ല ഞങ്ങളെ കാണുന്നത്. അതുകൊണ്ട് പിന്നീട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ നേരത്തെ അങ്ങ് പറഞ്ഞു തന്നു. അപ്പൊ ഈ ബന്ധു പറഞ്ഞു, എൻ്റെ ബ്രദറെ, അങ്ങനെ വല്ലതും പറയാനുണ്ടോ? നമ്മളെല്ലാം ഒരപ്പത്തിന്റെ അംശങ്ങളല്ലേ. ഇവിടെ ജാതി മതവും ഒന്നും ഇല്ലല്ലോ. അതൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിന് തെറ്റല്ലേ എന്ന് ഈ പുള്ളി ചോദിച്ചു. എങ്ങനെയുണ്ട് കഥ? നല്ല കഥയല്ലേ? പക്ഷെ പിന്നെ ഇയാള് ആ കല്യാണാലോചനയായിട്ട് പ്രൊസീഡ് ചെയ്തില്ല. അപ്പോ ഇതറിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ആ കല്യാണവുമായിട്ട് പ്രൊസീഡ് ചെയ്യാതെ വിട്ടു കളഞ്ഞത്? എനിക്കൊന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാ. അപ്പൊ പുള്ളി പറഞ്ഞടാ, കല്യാണം എന്ന് പറഞ്ഞാൽ 2 കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. അതിലൊരു കുടുംബത്തിൽ വേറൊരു ജാതിയിലും മതത്തിലും ബാക്ക്ഗ്രൗണ്ടിലുള്ളവരാണ്, അവരെല്ലാവരും രക്ഷിക്കപ്പെട്ടവരായിരിക്കില്ല. നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ പലതരത്തിലുള്ള ആൾക്കാർ വരും. അത് എല്ലാം പിന്നീട് പ്രശ്നമാവും. അതുകൊണ്ടാണ്. അതായത് ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ എന്താ സഹോദരങ്ങളെ? 2 വ്യക്തികൾ തമ്മിലുള്ള ബന്ധമല്ല, പിന്നെ 2 കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. എത്ര അധ്യായം, എത്ര വാക്യം? ഏത് പുസ്തകം? ബൈബിളിലില്ല. ബൈബിളിൽ പറയുന്ന ഒരു അപ്പൻ തന്റെ അപ്പനെ അമ്മയെ വിട്ടു ഭാര്യയോട് പറ്റിച്ചേരുമെന്ന്. അതെന്തിനാ ഈ വിട്ട് പറ്റിച്ചേരുന്നറിയാം? കുറേ പ്രമാണങ്ങൾ ഈ ജഡത്തിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കുടുംബം കുടുംബം എന്നും പറഞ്ഞ്. അത് വിട്ടിട്ട് ഇവർ കർത്താവ് തലയായ വേറൊരു കുടുംബം ഉണ്ടാക്കണം. അത് അപ്പന്റെ കുടുംബം പോലെ അമ്മയുടെ കുടുംബം പോലെ ആകരുത്. അത് ക്രൈസ്റ്റ് തലയായിരിക്കുന്ന ഒരു കുടുംബമായിരിക്കണം. അതിനുവേണ്ടി അവരെ കല്യാണം കഴിപ്പിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ തൂണുകളുണ്ടെങ്കിൽ ഈ ലോകത്തിലെ പാഠങ്ങൾ, പണത്തെക്കുറിച്ചുള്ള പാഠം, വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പാഠം, മനുഷ്യരുടെ ബഹുമാനത്തെക്കുറിച്ചുള്ള പാഠം, എന്താ മിനിസ്ട്രി കുറിച്ചുള്ള പല പല പാഠങ്ങൾ, ഇങ്ങനെ പല തരത്തിൽ നമ്മൾ ഈ ലോകത്ത് പല പാഠങ്ങളും പഠിച്ചിട്ടുണ്ട്. അത് കയ്യിലിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. ഓക്കെ? അപ്പൊ ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് കടക്കണമെങ്കിൽ നമ്മൾ ചെറുപ്പത്തിലെ പഠിച്ച ഈ പാഠങ്ങളോട് നമ്മൾ മരിക്കണം. ജാതിയെ സംബന്ധിക്കുന്നത്, വിദ്യാഭ്യാസം സംബന്ധിക്കുന്ന, പണത്തെ സംബന്ധിക്കുന്ന എല്ലാം, അതെല്ലാത്തിനോടും നമ്മൾ മരിക്കണം. ഇത് സംഗതി വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് കേട്ടോ, വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഒരു ജഡ മനുഷ്യനെ സംബന്ധിച്ച്, രക്ഷിക്കപ്പെടാത്ത ഒരാളെ സംബന്ധിച്ച് ഭയങ്കരമായി വേദന ഉണ്ടാക്കുന്നു. ഇപ്പൊ നിക്കോദമോസ് ചോദിക്കുക, എങ്ങനെയാ ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നത്? ഞാൻ എങ്ങനെയാ കാറ്റ് പോലെ പോകും? അപ്പൊ കർത്താവ് തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്,
നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിട്ട് ഇത് അറിയുന്നില്ലയോ? അപ്പൊ ഒരു കാര്യം ഉറപ്പാ, ഇത് ഇസ്രായേലിന്റെ ഉപദേഷ്ടാക്കന്മാര് അറിഞ്ഞിരിക്കണമായിരുന്നു. എന്ത്? വെള്ളത്താലും ആത്മാവിനാലുമുള്ള ഈ വീണ്ടും ജനനം കാറ്റുപോലെ ആകുന്നത്. ഈ പുതുതായി ജനിച്ച് പുതിയൊരു സൃഷ്ടിയായി മാറി. ഓക്കെ, ആ സൃഷ്ടി എന്താണ്? ആ സൃഷ്ടിയുടെ സ്വഭാവം അത് കാറ്റുപോലെ എവിടെയും വീശാൻ ധൈര്യമുള്ള പുതിയ ജീവനാണ്. ക്രിസ്താനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടത്. അതാണ് ആത്മാവിനാലുള്ള വീണ്ടും. ഇപ്പോഴും നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം അവിടെ നിൽക്കുകയാണ്, വെള്ളം. അപ്പോ കർത്താവിന് നിക്കോദെമോസ് ചോദിക്കുകയാണ്, ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? അപ്പൊ കർത്താവ് പറഞ്ഞു, നീ ഇസ്രായേലിന്റെ ആചാരനായിരുന്നിട്ടും ഉപദേഷ്ടാവായിരുന്നിട്ട് ഈ കാര്യം അറിയുന്നില്ല. അപ്പൊ ഇസ്രായേലിനെ മുഴുവൻ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറായിട്ട് നീ ഈ ഒരു കാര്യം നിനക്ക് മനസ്സിലായില്ലേ? എങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നത്? അതിന്റെ അർത്ഥം ഇസ്രായേലിലെ ആളുകൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ഇത് പഴയ നിയമത്തിൽ വെള്ളത്താലും ആത്മാവിനാലുമുള്ള വീണ്ടും ജനനം എഴുതിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ മുമ്പിൽ ഒരു പ്രശ്നമുണ്ട്. എന്തുകൊണ്ട് രണ്ടാമത്തെ വാക്യത്തിൽ ദൈവം വെള്ളം വിട്ട് കളഞ്ഞിട്ട് ജഡം എന്ന് പറഞ്ഞല്ലേ? ഓർമ്മയുണ്ടോ നമ്മുടെ മുമ്പിൽ വെച്ചിരുന്നൊരു ചോദ്യം? മറന്നുപോയോ? ഞാൻ പറഞ്ഞില്ലേ, ആത്മാവിനാൽ വെള്ളത്താൽ ആത്മാവിനാൽ വീണ്ടും ജനിക്കണം എന്ന് പറഞ്ഞാൽ അടുത്ത വാക്യം എന്തായിരുന്നു? ജഡത്താൽ ജനിച്ചല്ല ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ച ആത്മാവുന്നു. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിച്ചില്ലേ, വെള്ളം ഇതിലേ പോയിന്ന്? അതിന്റെ ഉത്തരം ഇപ്പൊ നമുക്ക് വരാൻ പോണേ. അവിടെ വെള്ളം മനഃപൂർവ്വം കളഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ നിക്കോദെമോസിന്റെ കർത്താവ് പറയാണ്, ഇസ്രായേലിന്റെ ഉപദേഷ്ടാവാണ് നീ, എന്നിട്ട് ഈ കാര്യം അറിയത്തില്ലേ? നിങ്ങൾക്കറിയാമോ എവിടെയായി പഴയ നിയമത്തിൽ ഈ വാക്യമുള്ളതെന്ന്? യെഹെസ്കേൽ പ്രവചനത്തിന്റെ പുസ്തകം, പ്രവാചകന്റെ പുസ്തകം 36 25 26 27 വാക്യങ്ങളാണ് വീണ്ടും ജനനത്തെ കുറിച്ചുള്ള പഴയ നിയമ പ്രൊഫസി. ഇത് തന്നെ യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 31 അത് തന്നെ എബ്രായ ലേഖനത്തിൽ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെയാണ് ഈ പുതിയ നിയമത്തെക്കുറിച്ചുള്ള ഒരു പ്രൊഫസി കാണുന്നത്. ആ പ്രൊഫസി, കർത്താവ് നമ്മളെ രക്ഷിക്കുന്നത് എങ്ങനെയാണെന്നുള്ള 2 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, വെള്ളവും ആത്മാവും. നമുക്ക് ഈ കാര്യങ്ങൾ അടുത്ത ദിവസം, അടുത്ത ബുധനാഴ്ച ദൈവം അനുവദിച്ചാൽ വിശദമായിട്ട് കാണാം. നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിലെ ചില പ്രധാനപ്പെട്ട വാക്യങ്ങൾ നമ്മുടെ രക്ഷയെ ഉറപ്പിക്കാൻ വേണ്ടി, നാം വീണ്ടും ജനിച്ചവരാണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി നമ്മൾ അതിലേക്ക് കടന്നു പോവുകയാണ്. വി വിൽ കം ബാക്ക് നെക്സ്റ്റ് വീക്ക്.